So Romans 13. റോമർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് വരാം. We are coming into Romans chapter 13. Romans chapter 13. Romans chapter 13 verse 8 onwards. ഞാൻ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ജസ്റ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് 10-ാമത്തെ വാക്യത്തിൽ മാത്രമാണ്. നമ്മൾ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. നമ്മൾ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. Let's read from verse 8 onwards. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കുകയും അരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ള മറ്റേത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്ക എന്നീ വചനത്താൽ സംക്ഷേപിച്ചിരിക്കുന്നു. ഓക്കെ, 10-ാമത്തെ വാക്യം. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. Owe no man anything but to love one another, for he that loveth another hath fulfilled the law. For this, thou shalt not commit adultery, thou shalt not kill, thou shalt not covet. If there is any other commandment, it is briefly comprehended in the saying, namely, thou shalt love thy neighbor as thyself. Love worketh no ill to his neighbor. Therefore, love is fulfilling of the law. Love is the fulfillment of the law. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന മെസ്സേജ് അതാണ്. സ്നേഹം ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ്. The message that we are going to hear today, love is fulfillment of the law. Love is the fulfillment of the law. സ്നേഹം ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ്. Love is fulfillment of the law. That is the message that we are going to hear today. ന്യായപ്രമാണത്തിന്റെ നിവൃത്തീകരണം സ്നേഹത്തിലാണ്. The fulfillment of the law is in love. സ്നേഹത്തിൽ നിറയുന്നവൻ ന്യായപ്രമാണം തന്നിൽ നിവർത്തിക്കപ്പെടുന്നു. The person who is filled in love, he fulfills the law. ഇതിന്റെ സാഹചര്യം ഒന്ന് പെട്ടെന്ന് ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, 13-ാമത്തെ അധ്യായമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ലോകത്തിലെ ജീവിതം, ആത്മീയ ജീവിതമല്ല, ഭൗതിക ജീവിതത്തിനുള്ള ഒരു മാൻഡേറ്റ്. Chapter 13, when we read Corinthians chapter 13, that is the mandate for the world to live. താമസിക്കുന്ന രാജ്യത്തിലെ നിയമത്തോട് എങ്ങനെ ക്രിസ്ത്യാനി ആയിരിക്കണം, താമസിക്കുന്ന രാജ്യത്തെ ടാക്സ് സമ്പ്രദായത്തോട് ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം, താമസിക്കുന്ന രാജ്യത്ത് ഈയിടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയോട് അല്ലെങ്കിൽ പ്രസിഡന്റിനോട് അല്ലെങ്കിൽ രാജ്ഞിയോടുള്ള മനോഭാവം എന്തായിരിക്കണം, എങ്ങനെ ഒരു ട്രൂ ക്രിസ്ത്യന് അവനായിരിക്കുന്ന രാജ്യത്താകാം എന്നുള്ളതിന്റെ വിശദീകരണമാണ് ചാപ്റ്റർ നമ്പർ 13. Chapter 13 says how a person should be living in this world, how he should be obeying his rulers, how he should be conducting his life in the day-to-day affairs, and how he should be living a life. That is what is said in chapter 13. അതിന്റെ ഒരു വിശദീകരണം വേഴ്സ് നമ്പർ 7-ലാണ് അദ്ദേഹം കൊടുക്കുന്നത്. എല്ലാവർക്കും കടമായിട്ടുള്ളത് കൊടുപ്പീൻ. കടമായുള്ളത് എല്ലാവർക്കും കൊടുക്കും. നികുതി കൊടുക്കേണ്ടതിന് നികുതി കൊടുക്കുകയും, ചുങ്കം കൊടുക്കേണ്ടതിന് ചുങ്കം കൊടുക്കുകയും, ഭയം കൊടുക്കേണ്ടതിന് ഭയം കൊടുക്കുകയും, മാനം കൊടുക്കേണ്ടതിന് മാനം കൊടുക്കുകയും. Verse 7 says, render therefore to all their dues, tribute to whom tribute is due, custom to whom custom, fear to whom fear, honor to whom honor. അപ്പൊ ഇവിടെ ചാപ്റ്റർ നമ്പർ 13 തുടങ്ങിക്കോ. നിങ്ങൾ വേണമെങ്കിൽ ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കുന്നു. വാഴിയുന്നവൻ സൽപ്രവർത്തിക്കായിട്ടല്ല ദുഷ്പ്രവർത്തിക്കാത്തത്രേ ഭയങ്കരം. അധികാരസ്ഥനെ ഭയപ്പെടാതെ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുന്നുവെങ്കിൽ അവന്റെ അടുക്കൽ നിന്ന് പുകഴ്ച കിട്ടും. നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവിക ശുശ്രൂഷകനായിരിക്കുന്നത്. അപ്പൊ ഒരു ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യൻ മാൻഡേറ്റ് എന്നുള്ള തരത്തില് ലോകത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡമാണ് 13-ാം അധ്യായം. The chapter 13 is for a person how he should be living as a Christian in this world. നമ്മൾ സ്വർഗരാജ്യത്തിന്റെ ആൾക്കാരല്ലേ, അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ ഇവിടുത്തെ രാജാവിനെ പേടിക്കുന്നത്? We are citizens from heaven, but why we should be fearing the ruler of this earth? നമ്മൾ ഹെവൻലി സിറ്റിസൺ, പിന്നെ എന്തിനാ ഇവിടെ ടാക്സ് കൊടുക്കുന്നത്? We are a heavenly citizen, why we should pay tax here? നമ്മുടെ മേളിൽ അങ്ങനെ അധികാരമൊന്നുമില്ല. നമ്മുടെ മേളിൽ ഒരു അധികാരമുള്ള യേശുവിന്റെ അധികാരമല്ലേ. ഇതെല്ലാം സാധാരണക്കാരന്റെ ക്വസ്റ്റ്യൻ, എല്ലാം ആൻസർ 13 ചാപ്റ്ററിലുണ്ട്. We say we have no other ruler for us. Jesus is the main ruler, but this chapter reveals
what the life we have to live in this world. ദുഷ്പ്രവൃത്തിക്കായി ഭരിക്കുന്ന ഭരണകർത്താവിന്റെ കീഴിൽ സൽപ്രവൃത്തിക്കായി വാഴുന്നവൻ കീഴ്പ്പെട്ടിരിക്കണമെന്ന് വചനം പറയുന്നു. The ruler who is ruling on this place, even if he is evil, and those who are living a good life, who is living as for their good, he should be submitting to him. ആ വിശദീകരണങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ഞാൻ ഇന്ന് അതൊന്നും അല്ല, ഇവിടെ ഈ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വിശദീകരിച്ചിട്ട് 8 വരെയുള്ള വാക്യങ്ങൾ ഇത് വിശദീകരിച്ചിട്ട് ഒരു ഭയങ്കര ഒരു ചിന്തയിലേക്ക് അപ്പോസ്തലൻ കൊണ്ടുവരികയാണ് ഈ അധ്യായത്തെ. We are brought into a situation where we should be knowing what we should be living a life. That point he is bringing to in this chapter. അത് ഇവിടെ 8-ാം വാക്യം മുതലാണ് തുടങ്ങുന്നത്. ഒരു ഭയങ്കര സുപ്രധാനമായ സുവർണ്ണ ന്യായ പ്രമാണത്തിന്റെ വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. അത് വേറൊന്നുമല്ല, സ്നേഹം എന്ന ന്യായപ്രമാണത്തിന്റെ നിവർത്തീകരണമാണ്. One main law which he is telling over here, that is nothing else but love, which is the fulfillment of the law. അത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ ഈ ആശയങ്ങൾ മനസ്സിലാകുകയുള്ളൂ. നിങ്ങൾ ഫുൾ അറ്റൻഷൻ കൊടുത്ത് എന്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണമെന്ന് വിശേഷാൽ ഞാൻ ആവശ്യപ്പെടുന്നു. So you have to be in full attention to understand a part of it, so you will be knowing what I am talking ഈ about. 8-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. The person who loves one another has fulfilled the law. അന്യോന്യം സ്നേഹിക്കുന്നതും അല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. The one who is loving one another has fulfilled the law. ഈ ഒരൊറ്റ വാക്യം സാധാരണക്കാരന് എത്ര കണ്ട് ദഹിക്കുമെന്ന് എനിക്കറിയില്ല. അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. The one who loves one another has fulfilled the law. കാരണം ന്യായപ്രമാണം നിവർത്തിക്കുക എന്നുള്ളതാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. Fulfilling the law is the most difficult task in the whole world. ആരെ കൊണ്ടെങ്കിലും ന്യായപ്രമാണം തങ്ങളിൽ തന്നെ നിവർത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, if somebody could have fulfilled the law by himself, യേശുവിനെ അയക്കേണ്ട ആവശ്യമില്ലായിരുന്നു. then Jesus was not required to come. അപ്പൊ യേശുവിനെ അയച്ചതിന്റെ ഉദ്ദേശം ഉലകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും റിക്വയർമെന്റ്സ് ഓഫ് ദി ലോ മീറ്റ് ചെയ്ത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. Jesus came for the only reason because no man on this earth could fulfill the law. കാരണം ലോ ഒരു ഡിവൈൻ സ്റ്റാൻഡേർഡ് ആയിരുന്നു. Because law had a divine standard. ഹ്യൂമൻ സ്റ്റാൻഡേർഡ് കൊണ്ട് അത് മീറ്റ് ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. Human standards couldn't meet the regulations of the law. കുറെയൊക്കെ പാലിക്കാൻ പറ്റിയേക്കാം, പക്ഷെ ഒന്നിൽ പോലും വീഴാതെ അത് പൂർത്തീകരിക്കാൻ യേശുവിനല്ലാതെ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയത്തുമില്ല. Some of the law, the part by part, somebody could fulfill, but nobody can fulfill all the regulations of the law. അപ്പൊ ഇമ്പോസിബിലിറ്റി ആണ് അതാ ആദ്യം മനസ്സിലാക്കേണ്ടത്. ന്യായപ്രമാണം നിവർത്തിച്ച് ന്യായപ്രമാണത്തിലെ നീതി പ്രാപിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല, അത് അസാധ്യമായ ഒരു കാര്യമാണ്. It was a near practical impossibility to fulfill the law. ഒരിക്കലും പറ്റുകയില്ല, ആരെ കൊണ്ടും പറ്റുകയില്ല. It was practically not possible by നിങ്ങൾക്കും anyone. പറ്റുകയില്ല, എനിക്കും പറ്റുകയില്ല, ഒരുത്തരെ കൊണ്ടും പറ്റുകയില്ല. No person could fulfill the law by himself. പക്ഷെ ഇവിടെ പറയുന്നു, But here it says, അന്യോന്യം സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. the one who loves one another has fulfilled the law. എത്ര എളുപ്പത്തിലാണ് അതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. How simple this has been made. നിങ്ങൾ ഓർക്കണം, ന്യായപ്രമാണത്തിനകത്ത് 3 ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്. 3 പാർട്ടായിട്ട് തിരിച്ചാണ് ന്യായപ്രമാണത്തെ വിശദീകരിക്കുന്നത്. ഒന്ന് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കൽപ്പനകൾ, 2 മനുഷ്യനോടുള്ള ബന്ധത്തിലുള്ള കൽപ്പനകൾ, 3 അവൻ ജീവിക്കുന്ന സ്ഥലത്തോട് ബന്ധപ്പെട്ടുള്ള കൽപ്പനകൾ. ഇത് 3ഉം കൂടെ ബന്ധിതമാണ് ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ. ദൈവത്തോടുള്ള കൽപ്പന മാത്രം പോരാ, ലോകത്തോടുള്ള കൽപ്പന മാത്രം പോരാ, ശുദ്ധീകരണത്തിന്റെ കൽപ്പന മാത്രം പോരാ, ദൈവ വ്യവസ്ഥതയുടെ കൽപ്പനകൾ മാത്രം പോരാ എന്ന് പറഞ്ഞാൽ ഇത് പറ്റുകയില്ല. അതാണ് അതിന്റെ അവസാനത്തെ വാക്ക്. The fulfillment of the law is related to 3 things: one to himself, the one to the world, and one to the authorities. So all this cannot be fulfilled by a person practically. ഒരിക്കലും ഇത് സംഭവിക്കാൻ പറ്റില്ലാത്ത കാര്യമാണ്. No one can fulfill that law by himself practically. ഒരു മനുഷ്യനെ, റോമർ എഴുതിയ ലേഖനത്തിൽ പറയുന്നു, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. സ്പഷ്ടം. No flesh will be made righteous by fulfilling the law. ന്യായപ്രമാണത്തിന്റെ ഒരു ജഡം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒന്നും ഇല്ല അപ്പുറത്ത്. No flesh can do it. ഫ്ലഷിൽ വന്ന ഒരാളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനായി പറഞ്ഞ ഒരാളെയും കൊണ്ടും
ലോയുടെ ഡിമാൻഡ് മുഴുവൻ മീറ്റ് ചെയ്തിട്ട്, റിക്വയർമെന്റ്സ് മുഴുവൻ മീറ്റ് ചെയ്തിട്ട് ലോയ്ക്കകത്തുള്ള റൈച്ചസ്നെസ്, നീതി പ്രാപിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. A person living in the flesh could never fulfill the law and gain righteousness by himself. പക്ഷെ ഇവിടെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുക. ആ വാക്യം വ്യക്തമായി റോമർക്കെഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു, അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. The person who loves one another has fulfilled the law. നോക്കിയേ, ഒരു റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യാതെ, Without meeting any requirements of the law, ഒരു കൽപ്പനയും അനുസരിക്കാതെ, without obeying any commandments, അന്യനെ സ്നേഹിച്ചു എന്നൊരൊറ്റ കാരണത്താൽ, just because he loved one another, ഹല്ലേലൂയ, that is because of one reason, അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചിരിക്കുന്നു. he has fulfilled the whole law. നിങ്ങൾ ആ വാക്യത്തിന് അടിവരയിടാൻ മറന്നു പോകരുത്. റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. The one who loves one another has fulfilled the law. തന്നെ തന്നെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. If somebody says, okay, the person who loves himself has fulfilled the law, that is very easy. പക്ഷെ ഇവിടുത്തെ ഈ രണ്ടാമത് പറഞ്ഞതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. That what is said here is, you love one another, that is a difficult thing. അന്യനെ സ്നേഹിക്കുന്നവനല്ല, The person who loves another, അന്യനെ സ്നേഹിക്കുന്നവനല്ല, the person who loves one another, എനിക്ക് ഒരു ബന്ധവുമില്ലാത്തവരെ ഞാൻ സ്നേഹിക്കുന്നവനല്ല. I am not related to that person to whom I love. That person. ബന്ധുവിനെ സ്നേഹിക്കുന്നവനല്ല ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എനിക്ക് എന്റെ ബന്ധുക്കളോടൊന്നും വിരോധമില്ല. Even if it says, okay, the person who loves his relatives, then I can say, okay, he doesn't have any. കൂടപ്പറപ്പിനെ സ്നേഹിക്കുന്നവനെല്ലാം ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറയും, ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തില്ല. ഇറ്റ്സ് വെരി ഈസി. പക്ഷെ ഇവിടെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്ന അന്യനെയാണ്. Here, what it is said is to love another person. It's not relations or anybody. It's love another. Love. നിങ്ങൾക്ക് അയാളെ പറ്റി ഒന്നും അറിയത്തില്ല, പക്ഷെ അയാളെ സ്നേഹിക്കണം. But you don't know anything about that person, but you love. അങ്ങനെ സ്നേഹിക്കുന്നവനെല്ലാം ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. The person who does like that has fulfilled the law. അപ്പൊ 5 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാൻ വേണ്ടി പോവാം. വേഗം എന്റെ കൂടെ We are going to say about 5 things right now. ഞാനൊരു 4-4:30 നിർത്തി തരാം. So about 4:30 we finish. ഹല്ലേലൂയ. Hallelujah. ഞാനിപ്പം ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ അടുത്ത നെക്സ്റ്റ് മീറ്റിംഗ് എപ്പോഴാണ്? നമ്മളുടെ UK മീറ്റിംഗ് വരുന്നത് മെയില് ഹെവൻ ഓൺ എർത്ത് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് നേരത്തെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ അടൂര് നടത്തിയ പോലെ ഒരു എക്സ്ക്ലൂസീവ് കോൺഫറൻസ് നമുക്ക് പ്ലാൻ ചെയ്യാന്ന്. കാരണം അതൊരു എത്ര പേര് എഗ്രി ചെയ്യുന്നവരൊന്നൊക്കെ റൈറ്റ്. മെയില് മീറ്റിംഗും വെന്യൂ എല്ലാം നിങ്ങൾ ഫിക്സ് ചെയ്ത് ഓൾറെഡി? അയ്യോ, ഹെവൻ ഓൺ എർത്ത് കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസ് പ്ലാൻ ചെയ്യണം ഈ വർഷം തന്നെ. മെയ്ക്ക് മുമ്പായിട്ട് ഇനി പറ്റത്തില്ല, ആഫ്റ്റർ മെയ് ആയിക്കോട്ടെ. ഒക്ടോബർ വരെ പോണമെന്നില്ല. ഞാനിപ്പോ ഇത് പറഞ്ഞോണ്ടിരിക്കുക, ചുമ്മാ അത് അതിനിടയ്ക്ക് വേറെ ജോസഫ് തന്നെ കാരണം ഹെവൻ ഓൺ എർത്ത് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ്, അത് കുറച്ച് ഡീപ്പായിട്ട് രജിസ്റ്റർ ചെയ്ത് വരുന്നവർക്കും പോകുന്ന എല്ലാവരും അല്ല, രജിസ്റ്റർ ചെയ്ത് നടത്തുന്ന ഒരു നമുക്കത് നടത്തണം. അതപ്പൊ ഞാനിപ്പോ ഓർമ്മ വന്നപ്പോ അങ്ങ് പറഞ്ഞേ ഒന്ന് മിണ്ടിക്കാമേ. ഇവിടെ നോക്കിയാട്ടെ, അന്യനെ സ്നേഹിക്കുന്നവനല്ല ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. The person who loves one another has fulfilled the law. ഇനിയും ഞാൻ ഈ 5 കാര്യത്തിനകത്ത് ഏറ്റവും ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു വന്നത് ന്യായപ്രമാണം നിവർത്തിക്കാൻ ആയിരുന്നു എന്നുള്ള ചിന്തയാണ്. എന്നിട്ട് ഈ അന്യനെ സ്നേഹിക്കും എങ്ങനെയാ ന്യായപ്രമാണം നിവൃത്തിയാകുന്നത് എന്ന രണ്ടാമത്തെ ചിന്ത. അപ്പൊ ഫസ്റ്റ് ചിന്ത മനസ്സിലായി കഴിഞ്ഞു നിങ്ങൾക്ക്, അന്യനെ സ്നേഹിക്കുന്നവനെല്ലാം ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സെക്കൻഡ് ചിന്തയാണ് ഞാനിപ്പോ പറഞ്ഞത്, അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതാണ്, എങ്ങനെയാണ് ഒരാൾ അന്യനെ സ്നേഹിക്കുമ്പം അവൻ ന്യായപ്രമാണം നിവർത്തിക്കുന്നത്. അതാ രണ്ടാം ഭാഗത്തിൽ പറയുന്നത്. Love one another, the person who loves one another has fulfilled the law. How he fulfills the law, that is the next thing. വെറുതെ ഒരാളെ സ്നേഹിച്ചാൽ ന്യായപ്രമാണം നിവർത്തിയാവുമോ? By loving a person just like that, will that law be fulfilled? അപ്പൊ ഇവിടെ ഞാൻ കുറച്ച് വാക്യങ്ങൾ ഞാൻ വായിച്ചോളാം. നിങ്ങൾ എടുക്കാൻ പറ്റുന്നവർ എന്റെ കൂടെ എടുത്തു വന്നാൽ മതി, അല്ലാത്തവർ കുഴപ്പമില്ല. ഈ മാത്യു ചാപ്റ്റർ 3 വേഴ്സ് 5 ആണ്. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 3 വേഴ്സ് 5. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. Verse 50. And Jesus answered. And Jesus answering said unto him, Suffer it be so now,
For thus it become to us to fulfill all righteousness. Then he suffered. യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനമേൽക്കുവാൻ വരുന്നു. യേശുവിനെ യോഹന്നാൻ വിലക്കുന്നു. കാരണം വേറൊന്നുമല്ല, യോഹന്നാൻ ചെറിയവനും യേശു വലിയവനുമായിരുന്നു. യേശുവിനെ വിലക്കുന്ന വിലക്ക് ഭേദിച്ചുകൊണ്ട് യേശു അടുത്ത് എന്നിട്ട് പറയുന്നു, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യമാണ്. യേശു സ്നാനമേൽക്കുന്നു. യേശു സ്നാനമേൽക്കുന്നതിന് മുമ്പ് യോഹന്നാൻ പറയുന്ന പദമാണ്, യോഹന്നാനോട് യേശു പറയുന്ന പദമാണിത്, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്നത് നമുക്കുചിതം. This is a situation where Jesus comes to John the Baptist to get baptized, and he says, okay, I am not worthy to baptize you, but he says, let it be right now to fulfill the righteousness, and he goes ahead with that, and that is the portion that we are reading. അവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചാണ്, യേശു അവിടെ പറയാണ്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്കുചിതം. All righteousness should fulfill. Here, like this, let this all righteousness be fulfilled. സകല നീതിയും ഇങ്ങനെ നിവൃത്തിയാകണം. Let all righteousness be fulfilled. അപ്പൊ യേശുവിന്റെ സ്നാനത്തിലൂടെ യേശുവിന് സംഭവിച്ചത് നിയമത്തിന്റെ നിവൃത്തിയാക്കലിന്റെ ആദ്യഘട്ടമായിരുന്നു. When Jesus got baptized, it was the first thing of the fulfillment of the law. അപ്പൊ അവിടെ മുതലേ നിങ്ങൾ ആ വാക്യം എടുത്തു വന്നാലും ഞാൻ ഈ പറയുന്ന ആശയം കിട്ടുകയുള്ളൂ. ആദ്യം മത്തായി 3:15, പിന്നെ ഇനി ഞാൻ വായിക്കുന്ന വാക്യം മത്തായി സുവിശേഷം തന്നെ 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിക്കുവാൻ അത്രേ ഞാൻ വന്നത്. I have not come to destroy the law or the prophets, and not come to destroy but to fulfill. ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെ നീക്കാനല്ല, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞ് നിവർത്തിക്കാനാ വന്നത്. I didn't come to remove the prophets and the law, I have come to fulfill that. അപ്പൊ യേശു വന്നത് നിയമം നിവർത്തിക്കാനാണ്. Jesus came to fulfill the law. അപ്പൊ യേശുവിലൂടെ നിയമം നീങ്ങി അത് നിവൃത്തിയായ ശേഷമാണ് നീങ്ങിയത്. And through Jesus the law was removed, but it was only through him. നിവൃത്തിയായ ശേഷമാണ് നീങ്ങിയത്. After fulfilling that law, that was removed. ആദ്യം സംഭവിച്ചു ഫുൾഫിൽ ആയി എന്നുള്ളതാണ്. The fulfilling of the law happened. യേശുവിൽ നിയമം ആദ്യമേ നിവൃത്തിയായി എന്നുള്ളതാണ്. Through Jesus the law was fulfilled. അപ്പൊ യോഹന്നാന്റെ കൈക്കീഴിൽ വെച്ച് പറയുന്നു, ഇപ്പോൾ സമ്മതിക്ക് ഇങ്ങനെ നിവൃത്തിയാകണം. Now you suffer like this, so it has to be fulfilled. ഓക്കെ, പിന്നെ മത്തായി 5-ൽ ഗിരിപ്രഭാഷണത്തിൽ പറയുമ്പോൾ പറയുന്നു, ഇങ്ങനെ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെ നീക്കാൻ വന്നതല്ല, നിവർത്തിക്കാൻ വന്നതാണ്. And here he says, I didn't come to remove the prophets and the law, but I came to fulfill the law. അപ്പൊ ഇവിടെ എല്ലാം പറയാൻ കർത്താവ് ആഗ്രഹിച്ച ചിന്ത, ഞാൻ വന്നത് നിയമം നിവർത്തിക്കാനാണ്. Here what the Lord wanted to tell is, I came to fulfill the law. ഇതിന്റെ ഫുൾഫിൽമെന്റ് ആണ് യേശു ക്രോസിൽ വെച്ച് പറയുന്നത്. സ്നാനമേൽക്കുമ്പോ പോയപ്പം പറഞ്ഞു നിവർത്തിയാകണം. മത്തായി 5-ൽ പറഞ്ഞപ്പോ പറഞ്ഞു നീക്കാൻ വന്നു എന്ന് ചിന്തിക്കൽ നിവർത്തിക്കാനാ വന്നത്. ഇതിന്റെ എൻഡ് ആണ് യേശു ക്രോസിൽ വെച്ച് പറയുന്നത്, നിവർത്തിയായി. And here when he went to go take the baptism, it was the first step that he said, okay, it has to be fulfilled. And then he carried on, and when he went to the cross, he said it's finished. ഹല്ലേലൂയ. എന്നാണ് നിവർത്തിക്കാൻ യേശു വന്നത്, അത് നിവർത്തിയായി. What the purpose that he came for. അപ്പൊ ഇവിടെയാണ് ആ ടേണിംഗ് വരുന്നത്. That is where the turning point comes in. അതുവരെ ന്യായപ്രമാണ കൽപ്പനാനുസരണമായിരുന്നു വലുത്. അവിടെ മുതല് യേശുവിന്റെ സ്നേഹമാണ് നിയമത്തിന്റെ മേളിൽ റൂൾ ചെയ്യുന്നത്. അതാണ് നിങ്ങൾ വരേണ്ട ചിന്ത. Until the fulfillment of the law, the law was the main thing that was to be done. After the fulfillment of the law, the love became a dominant word. ഈ യേശു നിവൃത്തിയാക്കുന്നത് വരെ റിക്വയർമെന്റ്സ് ആയിരുന്നു അതിന്റെ മുഖ്യം. Till Jesus fulfilled the law, the requirements of the law was the main thing. യേശു ഫുൾഫിൽ ചെയ്തപ്പോൾ റിക്വയർമെന്റ്സിന്റെ മേൽ ലവ് കയറി റൂൾ ചെയ്തു. After Jesus fulfilled the law, love started ruling over that. അപ്പം ഈ ലവ് കയറി റൂൾ ചെയ്താൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ മനുഷ്യനെയും ദൈവം പ്രതീക്ഷിക്കുന്നത് നടക്കാതിരിക്കുമോ, അല്ലെ കൽപ്പന ആരും ഇനി സ്നേഹം വന്നതുകൊണ്ട് അനുസരിക്കാതിരിക്കുമോ എന്ന സംശയം സാധാരണക്കാർക്കുണ്ടാവും. People will think, okay, because love came, now nobody has to obey the law. ഇനി കൽപ്പനകൾ അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ, സ്നേഹം വന്നു ഇനി ഓവർടേക്ക് ചെയ്തു. Now love has come and overtaken this, now I don't have to obey any commandments. ഇവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്, ന്യായപ്രമാണത്തിലെ കൽപ്പനകളായിരുന്നു നമ്മെ
അത് ചെയ്യാൻ പ്രേരിപ്പിച്ചത്, അഥവാ കൽപ്പനകൾ അനുസരിക്കാൻ പ്രേരിപ്പിച്ചത്. പക്ഷെ നിയമത്തിന്റെ കീഴിൽ നിന്ന് സ്നേഹത്തിന്റെ കീഴിലേക്ക് വന്നപ്പോൾ ഒരു വ്യത്യാസം സംഭവിച്ചത്. കൽപ്പനയല്ല നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത്, കർത്താവിന്റെ സ്നേഹമാണ് നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത്. When we were under the law was the one which made us do the things that are in the law. Yes. But when we came to love is the one which compels us. അവിടെ എന്നെ നിർബന്ധിച്ചത് നിയമങ്ങളായിരുന്നു, ഇവിടെ എന്നെ നിർബന്ധിക്കുന്നത് സ്നേഹമാണ്. There law was compelling me, but now here love is compelling me. കൽപ്പന പുറത്തിരുന്ന് എന്നെ നിർബന്ധിക്കുന്നു, സ്നേഹം അകത്തിരുന്ന് എന്നെ നിർബന്ധിക്കുന്നു. The law was outside and was compelling me. Love is inside me and is compelling me. അതാണ് അതിന്റെ വ്യത്യാസം സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും ഇത് തന്നെ നമ്മൾ കാണുന്നത്. റോമർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം ഒന്നുകൂടെ നിങ്ങളൊന്ന് എന്നോടൊപ്പം തിരിച്ചു വന്നിട്ട് 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം മുതലേ വായിച്ചു തുടങ്ങുന്നതിന്റെ കുറച്ച് ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. 9-ാമത്തെ വാക്യം, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ള മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്ക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. All the commandments of the law, that you shall not commit adultery, you will not kill, you will not steal, you will not covet, you will not bear false witness, all these were put under the commandment that you will love your neighbor as yourself. നോക്കിയത് എല്ലാ കൽപ്പനയും കൂടെ ഒറ്റ ഒന്നിനകത്ത് കൊണ്ട് സംക്ഷേപിച്ചിരിക്കുന്നു. ആ സംക്ഷേപമാണ് നമ്മൾ വായിച്ചത്, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാം. All these commandments came into one commandment, that Yeah. you love your neighbor as yourself. കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കുക എന്നതിനകത്ത് വ്യഭിചാരം ചെയ്യരുത് എന്നില്ല, കൊല ചെയ്യരുത് എന്നില്ല, മോഷ്ടിക്കരുത് എന്നില്ല, മോഹിക്കരുത് എന്നുമില്ല. പക്ഷേ ഇതെല്ലാം ഇതോടുകൂടെ തീരുകയാണ്. All the commandments that were there were fulfilled when you love your neighbor as yourself. ഹല്ലേലൂയ. Hallelujah. നേരത്തെ ലോയില് വ്യഭിചാരം ചെയ്യരുതെന്നുണ്ടായിരുന്നു, കൊല ചെയ്യരുതെന്നുണ്ടായിരുന്നു, മോഷ്ടിക്കരുതെന്നുണ്ടായിരുന്നു, മോഹിക്കരുതെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത് പറയുന്നില്ല. പക്ഷെ ഇവിടെ പറയുന്ന ഒറ്റ കാര്യത്തിനകത്ത് ഇത്രയും റിക്വയർമെന്റ് മീറ്റ് ചെയ്യപ്പെടുകയാണ്. In the law there was you should not commit adultery, you should Yes. not kill, you should not covet, you should Yes. not bear false witness. All these were fulfilled in one commandment, that you love your neighbor as yourself. ഇപ്പൊ ഏകദേശം ഞാൻ ഈ പറയാൻ പോകുന്ന ആശയം നിങ്ങൾക്ക് തുറന്നു കിട്ടി കാണുമെന്ന് ചിന്തിക്കുന്നു. 8-ാമത്തെ വാക്യം പറയുന്നു, അന്യനെ സ്നേഹിക്കുന്നവനെല്ലാം ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ ന്യായപ്രമാണത്തിനകത്ത് 412-ലധികം കൽപ്പനകളുടെ സംക്ഷിപ്ത രൂപമാണ് കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക, അന്യനെ സ്നേഹിക്കുക എന്നുള്ളത്. In the commandments there are about 412 commandments which are listed one by one to be fulfilled. But all this in a summary, it has come that in one commandment, love your neighbor as yourself. ഇവിടെ ഈ സുവർണ ന്യായ പ്രമാണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് വലിയ പിടിയില്ലായിരിക്കും അല്ലെ? സുവർണ ന്യായ പ്രമാണം എന്നുള്ള പദം എത്ര പേർക്ക് പിടിയുണ്ട്? പിടിയുള്ളവരൊന്ന് കൈ ഉയർത്തി കാണിച്ചട്ടെ. സുവർണ ന്യായ പ്രമാണം അറിയാം? അറിയാല്ലേ? അതാണ് ഏറ്റവും ഞാൻ ആ ബേസിക് ഒന്ന് പെട്ടെന്ന് ഇടാം, എന്നിട്ട് ഞാൻ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് Golden rules. ഓക്കെ, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദിസ് ടീച്ചിങ്. അത് നിങ്ങൾക്ക് മിസ് ചെയ്യരുത്. കൂട്ടുകാരന് 2-ാം അധ്യായത്തിൽ, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ പെട്ടെന്ന് എടുക്ക. James chapter 2. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. The verse number 8. ഇത് വേഴ്സ് വ്യൂ ആണ് ഉപയോഗിക്കുന്നത്. വേഴ്സ് വ്യൂ. ഓക്കെ. എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ പോയി 2 verse 8. എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിച്ചിരിക്കുന്നു എങ്കിൽ നന്ന്. If you fulfill the royal law according to the scripture, you will love your neighbor as yourself. Law became golden law. Law became the golden law. ന്യായപ്രമാണം സുവർണ ന്യായപ്രമാണമായി. Law became a golden law. ഹല്ലേലൂയ. നോക്കി, അതാണ് അവിടെ നമ്മൾ കണ്ടത്. രാജകീയ ന്യായപ്രമാണമായി. It became a royal law. എന്താണ് ന്യായപ്രമാണം, രാജകീയ ന്യായപ്രമാണം അതിന്റെ കാരണം? അതാ ഇവിടെ നമ്മൾ കണ്ടത്. What is the reason that law became a royal law? കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. You love your neighbor as yourself. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാണ്, അത് ന്യായപ്രമാണമല്ല, പിന്നെയോ രാജകീയ ന്യായപ്രമാണമാണ്. It is not a law, but it's a royal law when you love your neighbor as yourself. ഞാൻ റോയൽ ലോ എന്നുള്ളതിന്റെ ആശയം
പിന്നത്തെ തുറക്കാം, കാരണം ഞാൻ ഈ ഒരു ബേസ് നിങ്ങളുടെ ഉള്ളത്തിൽ ഇടാൻ വേണ്ടിയാണ്. സ്നേഹത്തിന്റെ ന്യായപ്രമാണം കേവല ന്യായപ്രമാണമല്ല, സ്നേഹത്തിന്റെ ന്യായപ്രമാണം രാജകീയ ന്യായപ്രമാണമാണ്. The law of love is not, it's a law, but it's a royal law when you love your neighbor as yourself. ഈ റോയൽ ലോ എന്ന് പറയുമ്പോൾ ഈ റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ള റിലേഷനിലാണ് എടുത്തിരിക്കുന്നത്. അത് ആ മീനിങ് നമുക്ക് പിന്നെ എടുക്കാം, അത് ഞാൻ പിന്നത്തെ വരാം അതിലോട്ട്. ഇപ്പൊ റോമൻസ് 13:8 വരിക. റോമൻസ് 13:8 വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ള ഈ മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. All these things are briefly comprehended into one. That is, you love. അപ്പൊ ഇന്ന് നമ്മൾ കേൾക്കുന്ന രണ്ട് തരത്തിലുള്ള എത്തിക്സ് ബേസ്ഡ് ആയിട്ടുള്ള പ്രീച്ചിങ്സ് ആണ്. ഒന്നുകിൽ ഈ പറയുന്ന എല്ലാം പറയണം. ഏതാ? വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത്. ഇതാ ഒരു ടൈപ്പ് മെസ്സേജ് നമ്മൾ കേൾക്കുന്നത്. ബ്രദറെ മോഹിക്കരുത്, ബ്രദറെ ഇത് ചെയ്യരുത്. ഇതാണ് നമ്മൾ കേൾക്കുന്ന പ്രാമുഖ്യമായ ഒരു മെയിൻ സ്ട്രീം പ്രീച്ചിങ്. ഇതാണ്. രണ്ടാമത്തേത് ഈ കാര്യങ്ങൾ പറയുന്നില്ല, പക്ഷെ ഇത്രേ പറയുന്നുള്ളൂ, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാം. There are two methods of preaching in this. One is you have the law, you obey the law, you should not commit adultery, you should not do anything. One do's and don'ts in the message ആണ്. One message is you either do this or don't do this. Do's and don'ts പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചെയ്യേ, ഇത് ചെയ്യരുത്, ഇത് ചെയ്യാം, അത് ചെയ്യരുത്, അത് പറഞ്ഞുകൊണ്ടിരിക്കും. It will give you a list of what you should be doing and what you should not be doing. രണ്ടാമത്തേനകത്ത് do's and don'ts ഇല്ല. In the second one, you don't find any do's and don'ts. അവിടെ ഒറ്റ കാര്യം പറയുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. There is only one thing which is said, you love your neighbor as yourself. അപ്പൊ മറ്റേത് കേട്ടിട്ട് ഇത് കേൾക്കുന്നവർക്ക് ഇതിനകത്തൊരു എരിവും പുളിയും മസാലയും ഒന്നും തോന്നുകയില്ല. When somebody hears both these messages, he cannot comprehend that. അതിനകത്ത് പറയുന്നില്ല മോഹിക്കരുത്. In that, he feels that message is incomplete. അതിന്റെ അകത്ത് പറയുന്നില്ല വ്യഭിചാരം ചെയ്യരുത്. In that, it doesn't say you should commit adultery. അതിന്റെ അകത്ത് ഇത്രയും സിമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കാം. It says very simply, you love your neighbor as yourself. ഞങ്ങൾ 412 സാധനം കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. നിങ്ങൾ ഓടി വന്നിട്ട് ഒറ്റ ഒരു കാര്യം മാത്രം അവതരിപ്പിക്കുന്നു, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. തീർന്നു. There was a list of 412 commandments and now it has been made as one. Love your neighbor as yourself. പെട്ടെന്ന് നോക്കുമ്പോൾ മറ്റേതിനെ കുറച്ചുകൂടെ ആക്കവും തൂക്കവും ഒക്കെ കൂടുതൽ കനം എടുത്ത് നോക്കിയാൽ അതിനകത്ത് 412 ഉണ്ട്, ഇത് ഭയങ്കരമായിരിക്കുന്നു. പക്ഷെ ആ 412 കൽപ്പനകളുടെയും സംക്ഷിപ്തമാണ്, അതിന്റെയും പൂർണ്ണ രൂപമാണ്. ഈ ഒരൊറ്റ വാക്കിൽ യേശു കർത്താവ് പറഞ്ഞത്. യാക്കോബ് അപ്പോസ്തലൻ അതിനെ ഗോൾഡൻ റോയൽ ലോ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അത് വേറൊന്നുമല്ല, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. ഇവിടെ ഈ ലോയുടെയും ഗോൾഡൻ ലോയുടെയും വ്യത്യാസം ഞാൻ പറയാം. ലോ എന്ന് പറയുന്നതിനകത്ത് അന്യനെ സ്നേഹിക്കുക എന്നുള്ളതാണെങ്കിൽ, ഗോൾഡൻ ലോയ്ക്കകത്ത് കുറച്ചുകൂടെ ആഴമായിട്ട് അതിനെ തുറക്കുമ്പോൾ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അന്യൻ, കൂട്ടുകാരൻ, ഇത് രണ്ടും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മളിപ്പോ In the law it says you love one another, but in the royal law it says you love your neighbor as yourself. ഹല്ലേലൂയ. ഇത്ര ഉള്ളായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ആദ്യത്തെ പോയി കിട്ടിയില്ല. സാരമില്ല, it's okay. I think all of you can follow Malayalam English, right? Okay. All right. എല്ലാം കൂടെ സംക്ഷിപ്തമാക്കി കർത്താവ് അവതരിപ്പിക്കുകയാണ്. Everything was made into one. എല്ലായിടത്തും നോക്കും. ഈ നിങ്ങൾ ഇവിടെ ഞാൻ കമ്പാരിസൺ ഒന്ന് തരാം പെട്ടെന്ന് 13:8 നോക്കിയേ. അന്യനെ സ്നേഹിക്കുന്നവനെല്ലാം ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. 13:9-10 നോക്കിയേ. കൂട്ടുകാരനെ സ്നേഹിക്കുന്നവനെല്ലാം ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. അപ്പം ഇവിടെ രണ്ടിനെ നോക്കി. ഒരിടത്ത് അന്യനെ സ്നേഹിക്കുകയാണ്, മറ്റൊരിടത്ത് 9ാമത്തെ വാക്യം കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. അപ്പൊ ഒരിടത്ത് അന്യനാണ്, മറ്റൊരിടത്ത് കൂട്ടുകാരനാണ്. And at one place it is you are loving another person who is a strange person whom you don't know. Another one is second your one friend. is your friend, neighbor. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ആള്. Loving your neighbor as your കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യമാണ്. Loving your friend is an easy thing. പക്ഷെ അന്യനെ സ്നേഹിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. But to love a person whom you don't know is different. പക്ഷെ കൂട്ടുകാരനെ സ്നേഹിക്കുമ്പോഴാണ് പാപം വരുന്നത്. When you love your friend, sin comes in. അന്യനെ സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം വരുന്നത്. When you love a person whom you don't know, love comes in. കൂട്ടുകാരനോടാണ് പാപം വരുന്നത്. When you love your friend,
sin comes in, ഹലോ, when you love your friend, ഞാൻ sin comes അത് in. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അടുപ്പമുള്ളവരോടാണ് പാപം പെട്ടെന്ന് പ്രവേശിക്കുവാൻ സാധ്യതയുള്ളത്. When you love your friend, their sin enters. ഹല്ലേലൂയ. Sin can enter. അന്യനോട് വ്യഭിചാരത്തിന്റെ അട്രാക്ഷൻ കുറവാണ്, കൂട്ടുകാരനോടാണ് വ്യഭിചാരത്തിന്റെ അട്രാക്ഷൻ കൂടുതൽ. ദാറ്റ്സ് വാട്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നതിനകത്ത് കർത്താവ് അത് പറയുമ്പോൾ ഞാൻ ആ വാക്യം ഒന്നുകൂടെ എടുക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. റോമർക്ക് എഴുതിയ ലേഖനം ഒന്നുകൂടെ എടുത്തു, 13-ാമത്തെ അധ്യായം ഒന്നെടുത്തു. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നുള്ളതിനകത്ത് നോക്കിക്കോ, വേഴ്സ് നമ്പർ 9. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ള മറ്റ് ഏത് കൽപ്പനയും നോക്കിക്കേ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. You should not commit adultery, you will not kill, you will not steal. കൂട്ടുകാരനിലാണ് ഇൻഫ്ലുവൻസ് വരുന്നത്, മറ്റേത് അന്യനാണ്, അവിടെ ഇൻഫ്ലുവൻസ് ഇല്ല. Here when you love your neighbor, that influence is there. But if you love another person, then that influence is not there. ഇവിടെ ഇതെല്ലാം വരാൻ സാധ്യതയുണ്ട്. സ്നേഹത്തില്, ദേഷ്യത്തില്, കോപത്തില് കൊലപാതകം വരാൻ സാധ്യതയുണ്ട്. അവനിൽ നിന്ന് അപഹരിക്കാൻ സാധ്യതയുണ്ട്. അവനിലുള്ളത് മോഹിക്കാൻ സാധ്യതയുണ്ട്. അവരുമായി വ്യഭിചരിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അത് പുറത്താകുന്നത് സ്നേഹത്തിലാണ്. When you love your friend, you can have all these things coming in, committing adultery, killing and stealing, and all these things can come അത് in. പ്രവേശിച്ചത് സ്നേഹത്തിലാണ്, അത് പുറത്താകുന്നതും സ്നേഹത്തിലാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ It താല്പര്യപ്പെടുന്നു. entered through love and it will go out through love. ഇനി നോക്കിക്കോണേ, 10-ാമത്തെ വാക്യം കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ ഞാൻ പെട്ടെന്ന്. റോമൻസ് 13:10. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. Love പറഞ്ഞ എല്ലാം അവനുള്ള ദോഷമാണ്. works no ill to his neighbor. 9-ാം വാക്യത്തിൽ പറഞ്ഞ എല്ലാം അവനുണ്ടാകുന്ന ദോഷമാണ്. In verse 9 it said what the wrong things that happens to him. കൊലപാതകം, അവന്റെ മോഷണം, അവന്റെ മോഹം, അവന്റെ മോഹിക്കുക, അവനെ തകർക്കുക, അതെല്ലാം അവനുണ്ടാകുന്ന ദോഷം. പക്ഷെ സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. Love does not work ill to his neighbor, that therefore love is the fulfillment of the law. ഇവിടെയാണ് ഈ ആശയത്തെ കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നത്. യേശു വന്നു, ന്യായപ്രമാണം നിവർത്തിച്ചു. യേശു ന്യായപ്രമാണം നിവർത്തിച്ചതോടുകൂടെ വലിയ കൽപ്പനകളുടെ സംക്ഷിപ്ത രൂപം യേശു ലോകത്തോട് പറഞ്ഞു. അത് വേറൊന്നും അല്ലായിരുന്നു, കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കുക, അന്യനെ സ്നേഹിക്കുക. അതിനകത്ത് മുഴുവൻ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു. Jesus came and fulfilled the law, and he said love your neighbor as yourself, and in that included all the laws that were there before. ഇനി ഇതിന്റെ ഫസ്റ്റ് പാർട്ട് അവസാനം, ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ വിശദീകരിക്കുമ്പം അത് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് പതിയട്ടെ. ഈ അന്യനെ സ്നേഹിക്കുമ്പോ എങ്ങനെയാണ് ന്യായപ്രമാണം നിവർത്തിക്കപ്പെടുന്നത്? When you love another person, how does the law gets fulfilled? ഒന്നുകൂടെ ക്ലാരിറ്റി. ഇപ്പം ആ വാക്യം ഒന്നുകൂടെ എടുത്തു എന്നിട്ട് നമുക്ക് പറയാം. അന്യനെ സ്നേഹിക്കുന്നവനെല്ലാം ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഇനി പ്രാക്ടിക്കലായിട്ട് ചോദിക്കുകയാണ്, ഞാൻ വേറൊരാളെ സ്നേഹിക്കുമ്പോ, ഞാൻ അന്യനെ സ്നേഹിക്കുമ്പോ എങ്ങനെയാണ് ന്യായപ്രമാണം നിവർത്തിയാകുന്നത്? Practically we can think, how when I love another person the law is fulfilled. ഹല്ലേലൂയ. ഇത് കുറച്ചുകൂടെ നമ്മളൊന്ന് ഇറങ്ങി ചിന്തിക്കേണ്ട ഭാഗമാണ്. അന്യനെ സ്നേഹിക്കുമ്പോൾ ന്യായപ്രമാണം നിവൃത്തിയാവുക. അപ്പൊ ന്യായപ്രമാണം നിവൃത്തിയാകാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ അന്യനെ സ്നേഹിച്ചാൽ മാത്രം മതി. അപ്പൊ അതിനകത്ത് ദൈവത്തിന്റെ മുഴുവൻ കൽപ്പനയും, അതായിരുന്നു ന്യായപ്രമാണം. ദൈവത്തിന് എന്തൊക്കെ കൽപ്പന കൊടുക്കാൻ പറ്റുമോ അതായിരുന്നു ന്യായപ്രമാണം. കാരണം ഇവർ ചോദിച്ചു മേടിച്ചതാ. കൽപ്പന വന്ന് അതനുസരിച്ച് നടന്നോളാം. ദൈവം ഡിവൈൻ സ്റ്റാൻഡേർഡിലുള്ള ഒരു കൽപ്പനയും കൊടുത്തു. God gave a divine standard, the law which had a divine standard which these people could never fulfill. മനുഷ്യന്റെ മധ്യസ്ഥനായ മോശം മുമ്പോട്ട് ചെന്ന് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലുള്ള ഒരു നിയമം മേടിച്ചോടിഞ്ഞോട് പോന്നു. The law which the man received that time was at the standard of God. Only ദൈവത്തിന് മാത്രം ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം മേടിച്ചോണ്ട് മോശം ഇങ്ങോട്ട് വന്നു. വന്ന അന്ന് തന്നെ അത് നിവൃത്തിയായില്ല, മറിച്ച് മുഴുവൻ പേരും അതിനെ എന്ത് ചെയ്തു? നിവൃത്തിയാക്കുകയല്ല ചെയ്തത്, പിന്നെയോ അതിനെതിരെയായി മാറി. Moses, when he came with the law, and when he came down, nobody could fulfill the law, and everybody became against the law. നിയമം അവനോട് പറഞ്ഞു കോപിക്കരുത്. Lord told him, you don't become angry. പക്ഷെ കോപം എന്ന വൈകാരികതയെ പിടിച്ചു നിർത്താൻ പുറത്തുള്ള നിയമത്തിന് കഴിയുമോ? But the anger which was in a person, the law couldn't stop. ആ വൈകാരികതയെ പിടിച്ചു കെട്ടുവാൻ നിയമത്തിന് കഴിഞ്ഞില്ല. Whatever feelings that person had, that law couldn't stop. അതിന് പറ്റിയില്ല.
The law couldn't do anything about it. അതുകൊണ്ട് തന്നെ നിയമം കൊണ്ട് വന്ന അന്ന് തന്നെ കോപത്തിന്റെ ആക്രോശം നമുക്ക് കാണാം. And the day that law came in, the same day you can see that law. വന്ന അന്ന് തന്നെ കോപത്തിൽ കൊല്ലപ്പെട്ടത് 3000 പേരാ. The same day about 3,000 people died in anger. ആരാ കൊല്ലാൻ പറഞ്ഞേ? കൊണ്ടുവന്ന ആള് തന്നെ. The person who came with the law himself said, kill them. അപ്പൊ തന്നെ മനസ്സിലായി ഇറ്റ്സ് ഇമ്പോസിബിൾ. And that day itself it was known that is കൊണ്ടുവന്ന ആൾക്ക് ഇമ്പോസിബിൾ ആണെങ്കിൽ കേട്ട് നമുക്ക് എത്രയധികം. the person who came with the law, he himself couldn't do it. Then how can others do it? It's a divine standard. It was a divine standard. അത് ദൈവത്തിനല്ലാതെ ആരെ കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റില്ല. Other than God, nobody else could fulfill that law. ആരെ ശ്രമിച്ചിട്ടും കാര്യമില്ല. Nobody, there is no way anybody could do it. അതുകൊണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി യേശു വന്നത്. That's why Jesus came to fulfill the law. നമുക്ക് ആർക്കെങ്കിലും അത് നിവർത്തിക്കാൻ പറ്റുമായിരുന്നു, യേശു വരേണ്ട കാര്യമില്ലായിരുന്നു. If we could fulfill the law, Jesus need not come. യേശു കാച്ചി കുറുക്കി അതിനെല്ലാം കൂടെ സംക്ഷിപ്ത രൂപമാക്കി അവതരിപ്പിച്ചു. Jesus made everything into one and made it just love your neighbor as yourself. നിയമം പറഞ്ഞ മുഴുവൻ റിക്വയർമെന്റ് യേശു കൊണ്ട് ഒരൊറ്റ വാക്കിൽ അവതരിപ്പിച്ചു. In one word, all the fulfillment of the law took place. അതാണ് കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക അല്ലെ എന്നതിനകത്ത് മുഴുവൻ ന്യായപ്രമാണം അടങ്ങിയിരിക്കും. And that is the thing, that you love your neighbor as yourself. അന്യനെ സ്നേഹിക്കുക എന്നതിനകത്ത് മുഴുവൻ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു. Loving one another, the whole commandment is in that. അന്യനെ സ്നേഹിക്കുമ്പോൾ അതിന്റെ അകത്ത് ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു. അതെങ്ങനെയാ ന്യായപ്രമാണം? ഞാൻ അന്യനെ സ്നേഹിക്കുമ്പോൾ നിയമം അങ്ങനെയാണ് നിവർത്തിക്കുന്നത്. അതാ ഞാൻ പറയാൻ പോകുന്നത്. It was all included in that. Love your neighbor as yourself. ഹല്ലേലൂയ. Hallelujah. ഒരുവൻ സ്നേഹിക്കുന്നുവെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സ്നേഹം, ഞാൻ പറയാം, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലവ് ഇസ് എ ഡിവൈൻ നേച്ചർ. അതാണ് ആദ്യമേ ആഴത്തിൽ ഇടേണ്ടത്. ഇത് മനുഷ്യന്റേതല്ല. The love which is spoken over here is divine nature. It is not of man. മനുഷ്യന്റേത് കൊണ്ട് പറ്റാത്തതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതും പറ്റിയതും പറ്റേണ്ടതും. Here, man, it is not from man, it is from God. The love which is said over here. അന്യനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൽ പറ്റുകയില്ല. Loving another person, a man cannot do it. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്നേഹത്തിന്റെ ആഴമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അഗാപ്പെ ലവ് ആണ്. അതായത് അത് ഡിവൈൻ ക്വാളിറ്റിയാണ്, പ്രതിഫലേച്ഛ കൂടാതെ ഉള്ള സ്നേഹം. ബാക്കി സ്നേഹമൊക്കെ നമുക്ക് എല്ലാവർക്കും വേണം സ്നേഹിക്കാം. എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തുകൊണ്ട്, love without any expectation. I am not expecting anything from that side. The love which is Still I am loving him. The love which is spoken over here is agape love. It is a love which is in depth, and it is without any expectation. മറ്റേതൊക്കെ നമ്മളെ കൊണ്ട് പറ്റും. All the other things we can do. നമുക്ക് ആരെ കൊണ്ടെങ്കിലും ഉപകാരം ഉണ്ടെന്ന് തോന്നിയാലോ ഉണ്ടെങ്കിലോ അയ്യോ സ്നേഹിക്കാൻ നമ്മൾ മുമ്പിൽ കാണും. If we know that somebody is there to help us and he is a support to us, we'll be there to love them. ഇനി അവര് നമ്മളെ സ്നേഹിക്കുന്നു തോന്നിയാലും സ്നേഹിക്കാൻ മുമ്പിൽ കാണും. And if you know that somebody is loving us, then we are there to love them. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും അല്ല. And what is said here is not all this. അവനെ നിങ്ങൾ അറിയത്തു പോലുമില്ല. You don't know that person who അവൻ ഇങ്ങോട്ട് സ്നേഹിക്കുമെന്ന് പോലും അറിയത്തില്ല. And you don't know whether that person will അവന് ഇങ്ങോട്ട് കിട്ടാൻ സാധ്യതയുള്ളത് മുഴുവൻ മുള്ളും മുറിവുമാണ്. And you may get only pain or distress from അവൻ him. സ്ട്രേഞ്ചർ ആണ്. He is a stranger to you. അവൻ ഒരുപക്ഷെ എനിമി ആയിരിക്കാം. He may be your enemy. അറിയത്തില്ലാത്ത വ്യക്തിയായിരിക്കാം. You don't know that person. അവനെ സ്നേഹിക്കുന്നുവെങ്കിൽ And if you can love that person, it's not yours. it is not yours. അത് നിങ്ങളുടേതല്ല. It is not yours. അത് നിങ്ങളുടേതല്ല. It is not yours. അത് ദൈവത്തിന്റേതാണ്. It is from God. ആ ദൈവത്തിന്റേത്, And that which is from God, ദൈവത്തിന്റെ എന്ന് പറയുമ്പോൾ യേശുവിന്റെയാണ്. and that is from Jesus. ആ യേശുവിന്റെ And that from Jesus, സ്നേഹത്തിന്റെ സ്വഭാവമാണ്. the love which is from Jesus, ആ യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ്. that particularity of that love is അത് നിയമം നിവർത്തിച്ച സ്നേഹമാണ്. that love which has fulfilled the law. Now it's very clear. ആ സ്നേഹം വരുന്നവൻ നിയമം നിവർത്തിച്ചിരിക്കുന്നു. That love which comes when the law is fulfilled. കാരണം ആ സ്നേഹം ഒരാളിൽ വരുന്നെങ്കിൽ ആ സ്നേഹം നിയമം നിവർത്തിച്ചവന്റെ സ്നേഹമാണ്. The love, if somebody gets it, it is from the person who has fulfilled the law. നിയമം നിവർത്തിച്ചവന്റെ സ്നേഹമാണത്. The person who has fulfilled the law, that is the love. ഞാൻ ആവർത്തിച്ച് പറയാം, അത് ഒരുവനിൽ വരുന്നെങ്കിൽ ആ സ്നേഹം നിയമം നിവർത്തിച്ചവന്റെ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അത് വന്നവൻ നിയമം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. If that love comes into a person, it is from the person who has fulfilled the law, and therefore he has fulfilled the law. ഹല്ലേലൂയ. Hallelujah. നിയമം നിവർത്തിച്ചവന്റെ സ്നേഹമാണത്. It is from
The person who has fulfilled the law. അത് വരുന്നവനെല്ലാം നിയമം നിവർത്തിച്ചിരിക്കുന്നു. And if that love comes in, they have fulfilled the law. ഹല്ലേലൂയ. Hallelujah. കാരണം അത് നിയമം നിവർത്തിച്ചവന്റെ സ്വഭാവമാണ്, സ്നേഹമാണ്. That is a nature, that is a habit from the person who has fulfilled the law. ഹല്ലേലൂയ. Hallelujah. അതിന്റെ സ്വഭാവം തന്നെ നിയമം നിവർത്തിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് വന്നവൻ ഇനി നിയമം നിവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കണ്ട. അത് വന്നവൻ നിയമം നിവർത്തിച്ചതിന് തുല്യമാണ്. കാരണം അവനിൽ നിവർത്തിക്കപ്പെട്ട നിയമത്തിന്റെ സ്നേഹമാണ് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. And if that love comes into a person, it is equal to that person who has Jesus. fulfilled the law, Hallelujah. because he has already fulfilled it. യേശുവിൽ ഞാൻ കണ്ടത് നിയമം എല്ലാം കൂടെ കാച്ചി കുറുക്കി, ഞാൻ ആ പദം പറയുന്നത് മനസ്സിലാൻ വേണ്ടി കേട്ടോ, വേറെ ഒന്നും കൊണ്ട് അതിന് ചിന്തിക്കേണ്ട. നിയമം എല്ലാം കൂടെ കാച്ചി കുറുക്കി, ആറ്റി കുറുക്കി, ഒന്ന് എന്നാ പറയുന്നത്, നിങ്ങളൊക്കെ ഭാഷ എന്താ അതിന്? Mixture. Or mixture. മിക്സ് അല്ല, അതിന്റെ ക്രീം എടുക്കണം. Essence of. ഒന്നിനെ വലിയ ഒന്നിനെ ചെറുതാക്കി ഇളക്കി പറ്റിച്ച് അതൊരു കുറുമാട വരുവാ. दूध का मलाई, ബട്ടർ. ഓക്കെ, യേശു അതാ ചെയ്തത്. Jesus made all this law into one. യേശുവിൽ ഞാൻ കണ്ട കാഴ്ച ഏതാണ്? എല്ലാ ലോസും യേശുവിൽ വന്നു. All the laws came into Jesus. ഞാൻ ആ പിക്ചർ ഒന്ന് കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ദിസ് ഇസ് ദ ബേസിക്. ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾക്ക് ആ മുഴുവൻ ലോയും നിവർത്തിച്ചു എന്ന തന്റെ അടുത്തോടെ ദൈവഭാഗം നിൽക്കാം. If you receive this, you can stand in front of God Yes. as fulfilling all the law. അത് മനസ്സിലായാലേ നമുക്ക് റൈച്ചസ്നെസിന്റെ മീനിങ് മനസ്സിലാവുള്ളൂ. If you understand that, then only you will know the meaning of righteousness. ദൈവം ഭാഗം നീതിമാനാവുക എന്ന് പറഞ്ഞതിന്റെ കാര്യം നമുക്ക് ആ ബോൾനെസ് വരുന്ന ഇത് മനസ്സിലാക്കുമ്പോഴേ വരത്തുള്ളൂ. When you know that, then you know that you are the righteousness of God in Christ Jesus. Then only you will have that boldness, Then that you- courage. Then you get that boldness and the confidence. കാരണം this is very very important. It's very, very important in life. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. Let's give a clap offering to the Lord. ഹല്ലേലൂയ. Hallelujah. See, ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. യേശുവിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. യേശുവിൽ നിയമം നിവർത്തി, എല്ലാ നിയമവും യേശുവിന്റെ മേലിട്ടു. We have to understand what happened on Jesus. All the laws were put on him. എല്ലാ നിയമവും. All the laws existed. യേശു ഒരു നിയമത്തെ പോലും അവോയ്ഡ് ചെയ്തില്ല. There was no law which was avoided. എല്ലാ നിയമവും യേശു നിവർത്തിച്ചു. യേശുവിന്റെ മേൽ വന്നു. All the laws came into Jesus. 8ാം നാളിൽ പരിച്ഛേദന ഏൽപ്പിക്കണം. അത് സ്പിരിച്വൽ ലോയ. He was circumcised on the 8th day, and അത് that was a spiritual law. അത് സ്പിരിച്വൽ, അത് യേശു മീറ്റ് ചെയ്തു. He met that requirement. സ്പിരിച്വൽ ലോ നടന്നു. Spiritual law was fulfilled. 12ാമത്തെ വയസ്സിൽ സാക്രിഫൈസ് ചെയ്യണം. At the age of 12, sacrifice has to be done. സ്പിരിച്വൽ ലോയ അത് സാറ്റിസ്ഫൈ ചെയ്തു. That was one of the spiritual law, and that was fulfilled. 30 വയസ്സ് വരെ വീട്ടിൽ നിൽക്കണം. അത് ഫിസിക്കൽ ലോയ. 30 till the age of 30. ദൈവത്തോടുള്ള ബന്ധത്തിലുള്ളതല്ല, ലോകത്തോടുള്ള ബന്ധത്തിലുള്ളതാ. He had to stay till the age of 30 at home, and that was the physical law. പരിച്ഛേദന ദൈവത്തോടുള്ള ബന്ധത്തിലാ. And circumcision was in relation to God. യാഗം ദൈവത്തോടുള്ള ബന്ധത്തിലാ. Sacrifice is related to God. 30 വയസ്സ് വരെ വീട്ടിൽ നിൽക്കണം. അത് ലോകത്തോടുള്ള ബന്ധത്തിലാ. Until the age of 30, he needs to stay at home. That was related to the world. മരത്തിന്മേൽ തൂങ്ങണം. അത് നിയമത്തോടുള്ള ബന്ധത്തിലാ. He has to be hung on a tree. That was based on the law. എവിടെയാ നിങ്ങൾ ലീഗലി, That is legally, നമ്മളെ ഡെലിവർ ചെയ്യാൻ വേണ്ടി ലീഗലി and that has to be done. എല്ലാ റിക്വയർമെന്റ്, എല്ലാ പേപ്പർ വർക്കും ചെയ്തു. അതാണ് And ഞാൻ legally, ഇവിടുത്തെ all ഭാഷ the പറഞ്ഞു. requirements for this has to be met, and that was done. ചുമ്മാ ചക്കാത്തെന്ന് പറയോ, ചുമ്മാ ചുളുവിന് പിടിച്ചോണ്ട് പോകുന്നതല്ല. It was not brought just like that without doing anything. ഹല്ലേലൂയ. ചുമ്മാ എളുപ്പത്തില് ഒരു എന്നാ കൊണ്ടുപോയേക്കാന്ന് പറഞ്ഞു കൊണ്ടുപോയതല്ല മണവാട്ടി. It was not just simply done, taking the bride and going. എല്ലാ റിക്വയർമെന്റും മീറ്റ് ചെയ്തു. All the requirements were met. ഒന്ന് കുറേ 40 അടി കൊള്ളണമെന്ന് പറഞ്ഞു. കൊണ്ടോ ഇതാ അടിച്ചു വേഗം. He got all the 39 beatings according to the law. അടികൊള്ളാൻ ഏൽപ്പിച്ചു കൊടുത്തു. And he gave himself for getting the beatings. കട്ടിലെ കിടന്ന് മരിച്ചില്ല, മരത്തിന്മേൽ തൂങ്ങി മരിച്ചു. കാരണം മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന നിയമം നിവൃത്തിയാകണമെങ്കിൽ മരത്തിൽ തൂങ്ങിയേ പറ്റുകയുണ്ടായിരുന്നു. And he had to die on the tree because that was the fulfillment of the law. ഹല്ലേലൂയ. എല്ലാ റിക്വയർമെന്റും മീറ്റ് ചെയ്തു. All the requirements of the law were met. ഇപ്പൊ ഇതാ എല്ലാ നിയമവും യേശുവിന്റെ മേൽ ഇട്ടു.
അതാ All the ആ law was പിക്ചർ put കാണുക. on Jesus. ആ പിക്ചർ കാണുക. എല്ലാ നിയമവും യേശുവിന്റെ മേലിട്ടു. Look at that scene. All the law which was existing was put on. സ്പിരിച്വൽ ലോസ് ഇട്ടു, All the spiritual laws was put. ഫിസിക്കൽ ലോസ് ഇട്ടു, Physical laws were put. എല്ലാ ലോസും ഇട്ടു. All the laws were put on him. ഇതാ എല്ലാം ഇട്ട ശേഷം യേശുവിൽ നിന്നൊരു ക്രീം പുറത്തു വരുന്നു. And after putting everything, one thing came out of him. റോയൽ ലോ, Royal law. റോയൽ ലോ, Royal law. രാജകീയനായ പ്രമാണം. Royal law. ആ സംക്ഷിപ്ത രൂപമാണ്, That concluded one law. അതാണ് സ്നേഹം. That one thing is love. കാച്ചിക്കുറുക്കി ആറ്റിയെടുത്ത ആ സംക്ഷിപ്ത രൂപമാണ് സ്നേഹം. That essence which came out is love. എന്നിട്ട് പറയാണ്, ഇത് ആരിൽ വരുന്നോ And this love, whoever receives it. അവർ ന്യായ പ്രമാണം മുഴുവൻ നിവർത്തിച്ചിരിക്കുന്നു. കമോൺ കമോൺ കമോൺ. കിട്ടി നിങ്ങൾക്ക് കിട്ടിയപ്പോ അതാ. താങ്ക് യു ജീസസ്. ഓ ഹല്ലേലൂയ. ഇവരെ റിസീവ് ചെയ്യുന്നു. നിങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. Receive that. ഹല്ലേലൂയ. Hallelujah. അത് ആരിൽ വരുന്നു അവര് മുഴുവൻ നിയമവും നിവർത്തിച്ചിരിക്കുന്നു. Whoever receives that essence, he has fulfilled the whole law. കാരണം വേറെ ഒരു വഴിയിലും നിങ്ങൾക്ക് മുഴുവൻ നിയമവും നിവർത്തിച്ച് തന്റെ അടുത്തൊരു ദൈവമാകെ നിൽക്കാൻ പറ്റില്ല. There is no other way where you can stand boldly before God that fulfilling the law. തന്റെ അടുത്തോടെ ദൈവമാകെ നിൽക്കാൻ പറ്റണമെങ്കിൽ മുഴുവൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്തിട്ടായിരിക്കണം. If you want to stand with confidence and boldness before God, then you have to be fulfilling the whole law. നിങ്ങൾക്കത് പറ്റാൻ വേണ്ടി, എനിക്കത് പറ്റാൻ വേണ്ടി, നമുക്കത് പറ്റാൻ വേണ്ടി മുഴുവൻ നിയമത്തെയും സ്നേഹം എന്ന ഒരൊറ്റ വാക്കിൽ കൊണ്ട് യേശു ബന്ധിപ്പിച്ചു. എന്നിട്ട് ആ സ്നേഹമായവൻ നിങ്ങളുടെ അകത്ത് വന്നു. To make it possible for you and me, that love came into us and made us fulfill the whole law and stand as boldly before God. ഹല്ലേലൂയ. Hallelujah. ഇപ്പൊ സ്നേഹം എന്ന നിയമം എവിടെ ഇരിക്കുന്നെന്ന് അറിയാമോ? Now you know where love is sitting. Hallelujah. The law of love. ദൈവം സ്നേഹം തന്നെ. God is love. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. The person who lives in love lives in God. ഹല്ലേലൂയ. Hallelujah. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ചിന്ത നിങ്ങൾക്ക് തുറന്നു കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. I believe that you have received this message now. In the name of Jesus. In the name of Jesus. ഇന്ന് ശ്രദ്ധിച്ചു കേട്ടോ. Receive that. യേശുവിന്റെ സ്നേഹത്തോട് പ്രതികരിച്ചപ്പോ, When you responded to the love of Jesus. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാതെയാണ് രണ്ട് ഗ്രൂപ്പ് തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 13-ാം അധ്യായം. സ്നേഹം സ്നേഹം പൂർണ്ണമായത് വരുമ്പോഴോ ഹംസമായത് നീങ്ങിപ്പോകും. ഒരു ഗ്രൂപ്പ് പറയുന്നു പൂർണ്ണമായത് എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ്, ബൈബിളിന്റെ റിവീലിംഗ് ആണ്, അത് വരുന്നത് വരെ. മറ്റേ ഗ്രൂപ്പ് പറയുന്നു അന്യഭാഷയുടെ കാര്യം അവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് 13-ാം അധ്യായം പഠിക്കുന്ന ഏതൊരു കുഞ്ഞിനും മനസ്സിലാവും. അധ്യായം മുഴുവൻ സ്നേഹമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായതെന്ന് പറഞ്ഞത് സ്നേഹം മാത്രമാണ്. ഓ, what is said is the perfect love. That is the love only. There is nothing, no other confusions there. Before in the other chapter we read that there are confusion between groups, that one is following this message and one is following that message, and that is not partially fulfilled and this is fully fulfilled and that is not perfect. There is nothing, which is very simple. In chapter 13 when you read, it is only love that is said about. Hallelujah. Hallelujah. അച്ചാനങ്ങ് മിനിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഡോക്ടറോട് അങ്ങ് പറഞ്ഞേരാ നിങ്ങളില്ലേലും പരിപാടി നടക്കുമെന്ന് പറഞ്ഞ. ജീസസ് മാറ്റിന് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടേ. അത് യേശു മുഴുവൻ നിയമത്തെയും തന്നിൽ കൊണ്ടുവന്നു. Jesus took the whole law within him. എന്നിട്ട് അതിന്റെ സംക്ഷിപ്ത രൂപത്തെ പുറത്തെടുത്തു. And he brought out the summary of that. ആ സംക്ഷിപ്ത രൂപമായിരുന്നു സ്നേഹം. That essence was love. ആ സംക്ഷിപ്ത രൂപമാകുന്ന സ്നേഹം കൽപ്പലകയിലല്ല. That was not on the written on stone tablets. അത് കൽപ്പലകയിലല്ല. It was not written on stone tablets. അതൊരു വ്യക്തിത്വത്തിൽ വെളിപ്പെട്ടു. That came as an individual. ആ വ്യക്തിത്വം ഇന്ന് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. That individual is sitting inside you today. ലവ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആയിട്ട് റിവീൽ ചെയ്തു. Love came as a person. സ്പിരിറ്റ് ആയിട്ട് റിവീൽ ചെയ്തു. Love was revealed as a spirit. നിങ്ങളുടെ സ്പിരിറ്റിൽ വസിക്കാൻ കഴിയുന്ന പവർഫുൾ ഫോഴ്സായി സ്നേഹം മാറ്റപ്പെട്ടു. It became a powerful force to reside in your spirit. നിങ്ങൾ എന്നാ ഡൂസ് ആൻഡ് ഡോൺസ് ഒന്നും പറയാത്തെ? Why are you not saying do's and don'ts? ബ്രദറിന്റെ മെസ്സേജ് ഇടയ്ക്കൊക്കെ പോയി നോക്കാറുണ്ട്. പുള്ളി അരുത് ആകാം, അരുത് ആകാം, ഇതൊന്നും പറയാറില്ല.
I went and listened to the message, and there was nothing said that you do this and you don't do this. ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നതിനകത്ത് എന്നും പറയുമായിരുത്, എന്നും പറയുമായിരുത്. ആട്ടെ, ഇത്രയും നാളായിരുന്നെന്ന് കേട്ടിട്ട് ഇപ്പോഴും അത് കേൾക്കേണ്ട ഗതികേടിലാണോ ഉള്ളേ? And I am regularly hearing that message that you should do this and you should don't do this. 8 കൊല്ലമായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുക, അരുത് അരുത് അരുത്. ഇപ്പോഴും ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അരുത് അരുത് അരുത്. ആട്ടെ, ഇത്രയും അരുതെന്ന് കേട്ടിട്ട് മാറ്റം ഉണ്ടായില്ല. എന്നാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇത് നിങ്ങളെ മാറ്റി മറിച്ചിരിക്കും, ഞാൻ ഉറപ്പ് തരിക. Try this within you and this will change your life forever. ഹല്ലേലൂയ. Hallelujah. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. Perfect love casts out ഓ fear. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്ക് പാപത്തോടും ലോകത്തോടും ഭ്രമത്തോടുമുള്ള ഭയം വിട്ടുമാറുന്ന എപ്പോഴാണെന്നറിയോ? സ്നേഹം എന്ന സുവർണ്ണ ന്യായപ്രമാണം നിങ്ങളുടെ അകത്ത് കയറുമ്പോഴാ. When the love comes inside you, the fear of sin, Oh. fear of death, all will go off. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. സ്നേഹത്തിന്റെ റൂളിംഗ് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യൻ ലൈഫ് എന്നാന്ന് മനസ്സിലാവുന്നത്. When love starts ruling, you will understand the real Christian life. The person behind the love. The person behind that love. അത് ലെറ്റർ അല്ല. That is not a letter. അതാ വചനം പറയുന്നത്, ലെറ്റർ കിൽസ്, അക്ഷരം കൊല്ലുന്നു, The letter kills, ആത്മാവോ ജീവിപ്പിക്കുന്നു. but the spirit gives life. സ്പിരിറ്റ് ആണ് ലവ് ആയി മാനിഫെസ്റ്റ് ചെയ്തത്. Spirit was manifested as love. ഓ, അതാ നമ്മൾ ഇവിടെ കണ്ടത്. ഓ, എന്റെ ദൈവം, ഞാൻ ആ വാക്യം എത്രയോ പ്രാവശ്യം ഞാൻ വായിച്ചു. റോമൻസ് 30, കൂട്ടുകാരനെ സ്നേഹിക്കുന്നവൻ നിയമം നിവൃത്തി. ഇതെന്തോ ഈ പറഞ്ഞേക്കുന്നത്? When we read that verse, it says, love one another, and the person who loves one another, the law is fulfilled. ദൈവത്തിന്റെ മുമ്പിലാണ് വിഷയം. അതാണ് ഇവിടുത്തെ വിഷയം. ദൈവത്തിന്റെ മുമ്പിലാണ് വിഷയം, മനുഷ്യന്റെ മുമ്പിലല്ല. ദൈവത്തിന്റെ മുമ്പിലാണ് വിഷയം. The subject is in front of God. ദൈവത്തിന്റെ മുമ്പിൽ നിയമം നിവർത്തിച്ചവനായി നിൽക്കുക എന്നുള്ളതാണ് വിഷയം. In front of God, the law is fulfilled. അല്ലെന്നേ, ദൈവത്തിന് മുമ്പാകെ നിയമം നിവർത്തിച്ചവനായിട്ട് ഞാൻ നിൽക്കുക എന്നുള്ളതാണ് വിഷയം. The main thing is that we are standing before God as the person who has fulfilled the law. ഞാൻ നിയമം നിവർത്തിച്ചവനായിട്ട് ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്നതിലാണ്. മനുഷ്യന് മുമ്പാകെ നിൽക്കുന്ന ഒരു കുഴപ്പമില്ല. I am standing in front of God saying that I have fulfilled the law. ഞാനെല്ലാം നിവർത്തിച്ചില്ല, ആർക്കറിയാനാ? And it is not that you are standing in front of man that's fulfilling the law. ദൈവത്തിന് മുമ്പാകെ എല്ലാം നിവർത്തിച്ചവനായിട്ട് നിൽക്കുന്നത് എപ്പോഴാണെന്നറിയോ? When you stand, when you stand in before God and you're fulfilling the law. ഈ റോയൽ ലോ നിങ്ങളുടെ അകത്ത് കയറുമ്പോഴാണ്. When this royal law enters your life. Real repentance is from the law to the royal law. Real repentance is from the law to the royal law. ന്യായപ്രമാണത്തിൽ നിന്ന് രാജകീയ ന്യായപ്രമാണത്തിലേക്കുള്ള മാറ്റമാണ് യഥാർത്ഥ മാനസാന്തരം. The real repentance is from the law to the royal law. രാജകീയ ന്യായപ്രമാണത്തിനകത്ത് in the royal law ഒറ്റ കൽപ്പനയേ ഉള്ളൂ. only one commandment is there. ആ കൽപ്പന നിവർത്തിക്കാൻ ആ കൽപ്പനയുടെ ഉടമസ്ഥൻ തന്നെ നിങ്ങളുടെ അകത്ത് വന്നിരിക്കുക. To fulfill that law, the owner of that law has come inside you. ആള് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക, നിങ്ങൾ ചെയ്യുവല്ല. That person is making you do it, you are not doing it. നേരത്തെ മുൻപ് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലായിരുന്നു ചെയ്യിക്കുവാൻ. Previously what we said is the external force was making you do it. എന്നാൽ ഇതിനകത്ത് നിങ്ങളുടെ അകത്തൊരു ഇന്റേണൽ ഫോഴ്സ് തന്നെ ഉണ്ട് ചെയ്യിക്കാൻ. And here you see an internal force in you to make you fulfill. അതുകൊണ്ട് സ്നേഹത്തിന്റെ സ്വഭാവം പറയുമ്പോൾ, ഞാനിത് പണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്കാബ്രോയിലെ മീറ്റിങ്ങിന് വന്നപ്പോൾ ഞാൻ അവിടെ ഇത് സംസാരിച്ചു. ജോസ് ബ്രദർ ഓർക്കുന്നില്ല ആയിരിക്കുമല്ലേ? ഓർക്കുന്നുണ്ടോ? ഉണ്ടോ ഇത് സംസാരിച്ച് എത്ര അന്ന് ഉണ്ടായിരുന്നേ? മിഥുൻ ബ്രദർ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? സെപ്പറേറ്റ് ഹാളില്, നിങ്ങളുടെ സ്കാബ്രോയിലെ ഹാൾ, ഒരു ദിവസം രാത്രിയില് ഇവിടെ നിങ്ങൾ എല്ലാവരും കേൾക്കണമെന്ന് ഞാൻ ആശിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലവിനെ അവതരിപ്പിക്കുമ്പം, കേട്ടോ സുരേഷ് ബ്രദർ, ലവിനെ അവതരിപ്പിക്കുമ്പം ഒരു വ്യക്തിയുടെ സ്വഭാവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. Here the love which is explained is a habit of a person. ഒരു നേച്ചർ ഓഫ് എ പേഴ്സൺ, character of a person. എക്സാക്ട്ലി ദ ക്യാരക്ടർ ഓഫ് എ പേഴ്സൺ ആയിട്ടാണ് person. അവതരിപ്പിക്കുന്നത്. ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം പെട്ടെന്ന്. ഫസ്റ്റ് കൊരിന്ത്യൻസിലേക്ക് ഒന്ന് വന്നേ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വൺ. ജീസസ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 13 ആണ്. നോക്കിക്കേ. ഓക്കെ, 4 verse 4. 13 verse 4. Charity suffereth long and is kind. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. Charity, love suffereth long. ഈ ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവമല്ലേ?
To forgive is a ആണോ? character of a person. Is a, ഒന്ന് is a ഒന്ന് ഒന്ന് nature ഒന്ന് of a പറഞ്ഞേ person. ഒന്ന് പറഞ്ഞേ സ്നേഹം എന്നൊരു നോക്കിയേ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. Love suffereth long. ദീർഘമായി ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വഭാവമല്ലേ? Loving, അതൊരു ക്യാരക്ടർ അല്ലേ? അതൊരു നേച്ചർ അല്ലേ? അതൊരു പ്രകൃതിയല്ലേ? that's a nature of a man. മിണ്ട്. That's a nature of a man to suffer long. മിണ്ട്. Hallelujah. അല്ല, അത് കണ്ടോ, ഒരു വ്യക്തിയുടെ സ്വഭാവമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. It is said, it is ദയ കാണിക്കുക, ക്ഷമിക്കുക, show mercy, ക്ഷമിക്കുക. forgive. ഒരു വസ്തുതയല്ല, It's not an object, ഒരു വ്യക്തിയാണ്. it's a person. ഇതെല്ലാം നോക്കി, ഓരോന്ന് പറയുമ്പോൾ നോക്കി, ക്ഷമിക്കുക, ദയ കാണിക്കുക. ഒരു വസ്തുവിന് ദയ കാണിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്ന ഒന്ന് വ്യക്തമാക്കി, എനിക്ക് ഇത്രയേ അത് പറയാൻ പറ്റുന്നുള്ളൂ. മലയാളത്തിലൊന്ന് പറ. ഒരു വസ്തുവിന് അത് നമുക്ക് ഇത് ഒബ്ജക്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു എലമെന്റിന് ഇപ്പൊ ഇതൊരു വസ്തുവാണ്. ഈ സ്നേഹം ഈ വസ്തുവിന് ഇതൊരു വസ്തുവാണ്. ഓക്കെ, ഇതിനോട് ഞാൻ പറയാ ദയ കാണിക്കുക. ഇതിനെ കൊണ്ട് പറ്റിയല്ല, കാരണം ഇതിനകത്ത് സ്പിരിറ്റ് ഇല്ല, ഇതിന് സോൾ ഇല്ല, ഇതിന് ബോഡി ഇല്ല. It's only an object. If you talk to an object to do the thing, it cannot reveal any character. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒന്ന് മിണ്ടുകേ. ഇതിനോട് ഞാൻ പറയാ സ്നേഹിക്ക്, ദയ കാണിക്ക്, പരോപകാരം കാണിക്ക്. It's only a non-living thing. Yes. ജീവനില്ലാത്ത ഒരു വസ്തു, ജീവനില്ലാത്ത ഒരു വസ്തുവിന്റെ അടുത്ത് നമുക്ക് സ്നേഹിക്കാൻ പറയാൻ, ക്ഷമിക്കാൻ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ക്ഷമിക്കുക, നോക്കിയേ, ദയ കാണിക്കുക, to suffer long, സ്പർദ്ധിക്കുന്നില്ല, to be kind. Verse 5 മോളെ, verse 5. നികളം നോക്കിയേ, ഇത് എന്തിന് വരുന്ന സ്വഭാവമാണ്? ഇതിന് ഞാൻ ഇന്ന് രാവിലെ എന്റെ ഐപാഡ് തപ്പിയിട്ട് കണ്ടില്ല, നെകളിച്ച് എവിടോ പോയേക്കുമായിരുന്നു. Come on. ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറയാണ്. This is only that non-living thing cannot express any human character. എന്നെ ക്ഷീണിച്ച് എന്നാ പറയാനാ, കാർ രാവിലെ അങ്ങ് നെകളിച്ചൊരു വഴിക്ക് പോയിരിക്കുകയായിരുന്നു, എല്ലാം തിരിച്ചു വന്നു കുറെ നേരം കഴിഞ്ഞിട്ടാ. അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഷർട്ടിന്റെ പുറകെ ഓടി നേരം കളഞ്ഞത്, ഷർട്ടിന്റെ പുറകെ ഓടി നേരം കളഞ്ഞ, ഇന്ന് വെറൈറ്റി ഷർട്ടായോണ്ട് ഷർട്ടിന്റെ പുറകെ ഓടി നേരം കളഞ്ഞ, അതിന് ഭയങ്കര നെകളമാണ് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതൊരു വസ്തുവാണ്, അതിന് ഈ പ്രകൃതിയൊന്നുമില്ല, സ്വഭാവമൊന്നുമില്ല. A non-living object cannot have any feelings. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ലവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാ സ്വഭാവങ്ങളോട് കൂടിയ ഒന്നായിട്ടാണ്. അപ്പോഴേ മനസ്സിലായില്ലേ, ഇതൊരു വസ്തുവല്ല, ഇതൊരു വ്യക്തിയാണ്. His name is Jesus. Love is introduced to you as a person. All the feelings, which has all the requirements which he has met. Hallelujah. കണ്ടോ, ഓരോന്ന് നോക്ക്, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല. നടക്കുന്നത് ആരാ? Who walks the അയോഗ്യത ആർക്കാ ഉള്ളത്? ഒരു വസ്തുവിനല്ല, ഒരു വ്യക്തിക്കാണ്. ജീവനില്ലാത്ത ഒന്നിനല്ല, ജീവനുള്ള ഒന്നിനാണ്. ഇവിടെ സ്നേഹത്തെ അവതരിപ്പിക്കുന്നത് ജീവൻ നഷ്ടപ്പെട്ട ഒന്നായിട്ടല്ല, ജീവനുള്ള ഒന്നായിട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാ നിയമം നിവൃത്തിയാകുന്നതെന്ന്. Only a living person can fulfill the law. Only he can do it, not a non-living person. Take it. A non-living person can സ്വീകരിച്ചോ. because he has ഇപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞു. ഇത് വലിയ മർമ്മമാണ്. ഇത് തെളിഞ്ഞ് കിട്ടിയോ? ഇത് എത്ര പേർക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. കിട്ടിയോ ഷാനിക്ക് കിട്ടിയോ? ഇങ്ങോട്ട് പറഞ്ഞേ. ഈ സ്നേഹം ഒരു വ്യക്തിയാണ്, അതൊരു വസ്തുവല്ല. വസ്തുവിന് ജീവനില്ലാത്തത് കൊണ്ട് അതിന് നടക്കാൻ പറ്റത്തില്ല, അതിന് ചിന്തിക്കാൻ പറ്റത്തില്ല, അതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ജീവനുള്ള വ്യക്തിക്കാണ് നടക്കാൻ പറ്റുന്നത്, ക്ഷമിക്കാൻ പറ്റുന്നത്, സഹിക്കാൻ പറ്റുന്നത്. യേശു എന്ന സ്നേഹമാണ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. The love is a person, it's not an object. A non-living thing cannot perform any sort of activities like to forgive, to walk in unfaithfully, without kindness. It all
belongs to a person, a living person who has feelings. Love is a person. His name is Jesus. He has come inside of us and he is making us to fulfill the person who has fulfilled the law. Jesus, as love has coming inside of us and making us do all these. Everything that needs to be done to fulfill the law, the love that has come inside of us, Jesus is doing it. Praise God. Love is a person. So royal law. What is the meaning of royal law? Royal law. The royal law. റോയൽ ലോ എന്ന് പറയുന്നത് കിങ്ങിന്റെയാണ്. Royal law belongs to the king. അത് ഇസ് ഇൻ ദ കിങ്ഡം. കിങ്ഡം ഓൺലി. Kingdom. Yeah, it's the king. കിങ്ഡത്തിലെ കിങ്ങിന്റെ ലോയാണ് ഗോൾഡൻ ലോ. Now, പക്ഷെ കിങ്ഡത്തിലെ കിങ്ങിന്റെ ലോയുടെ പ്രത്യേകത കിങ്ഡത്തിലെ കിങ് തന്നെ അകത്തിരുന്ന് അത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. the royal law belongs to the king, and the king himself is sitting inside and implementing that law. ഹല്ലേലൂയ. രാജാവ് തന്നെ ഇരുന്ന് The king himself is sitting inside. ബൈജുമാന്റെ ബാറ്ററിയോ മെമ്മറി കാർഡോ എന്തോ ചേഞ്ച് ചെയ്യാൻ സമയമായി. ക്യാമറയുടെ ഇറ്റ്സ് ബ്ലിങ്കിങ്. Oh, 2 minutes കൂടെ ഉണ്ടെന്ന്. പെട്ടെന്ന് ചേഞ്ച് ചെയ്തോ? Change you. Alright. ഞാൻ ഈ കുറെ വർഷങ്ങളായിട്ട് ഈ ക്യാമറയെ നോക്കി പ്രസംഗിച്ച് ഇപ്പൊ അവിടെ എന്നെ ഈ ചെറിയൊരു അനക്കം ഉണ്ടായപ്പോൾ എനിക്ക് അസ്വസ്ഥതയാണ്. എന്തോ ഈ ടി വിയിൽ ഇത് വരുന്നുണ്ട്. ഡെയിലി ഇതേ നോക്കി ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും അതല്ല ആ ലെൻസിലാണ് എൻ്റെ നോട്ടം വരുന്നത്. അതിങ്ങനെ നോക്കി അവിടെ എന്തായാലും ഒന്ന് ബ്ലിങ്ക് ചെയ്ത ഉടനെ ആരും കണ്ടില്ലെങ്കിലും ഞാൻ കാണും. മിക്കവാറും ക്യാമറയുടെ പുറകെ വയ്ക്കുന്നവരെയൊക്കെ ഞാനത് വിളിച്ച് കാണിക്കുന്നത് അത് അവിടെ ബ്ലിങ്ക് ഉണ്ടെന്നൊക്കെ. പോവാം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വേറെ ലെവലായിട്ട്. UK അല്ല, ഇത് കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്യണം. ഒന്ന് കരമടിച്ചു ഒന്ന് കർത്താവിനെ സ്തുതിച്ച്. സോ ദി റോയൽ ലോ എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കിങ് ഹിംസെൽഫ് ആണ്. The royal law is implemented by the king himself. ഇവിടെ നോക്കി ഓരോന്നും സ്വാർത്ഥം അന്വേഷിക്കുക, സെൽഫിഷ് ആവുക. ഇതൊരു വസ്തുവിന്റെ സ്വഭാവമല്ല, ഇതൊരു വ്യക്തിയുടെ സ്വഭാവമാണ്. Selfishness is a habit of a person. കണ്ടോ, സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല. കണ്ടോ, ഇതെല്ലാം ഒരു വ്യക്തിയുടെ സ്വഭാവമാണ്. All this belongs to behavior of a person. ദേഷ്യപ്പെടുന്നില്ല. He doesn't get angry. ദേഷ്യപ്പെടുക, ഇതിന് ദേഷ്യം വരില്ലല്ലോ. Non-living things cannot have. ഇതിന് ജീവനില്ലല്ലോ. It doesn't have life. ഇത് പറയുമ്പോ എന്തിനാ കണക്ട് ചെയ്ത് പറയുന്നത്? സ്നേഹം. കണ്ടോ, സ്നേഹം. It is all connected to love. സ്നേഹം. Love. എന്നിട്ടാ പറയുന്നത് ആളുടെ സ്വഭാവം. അപ്പൊ മനസ്സിലായി, സ്നേഹം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വസ്തുതയായിട്ടല്ല, പിന്നെയോ പറ ഒരു വ്യക്തിയായിട്ടാണ്. ഒരു വ്യക്തിയായിട്ടാണ്. Love is not explained here as an object. It's very clear. സ്നേഹത്തിൽ എങ്ങനെയാണ് ന്യായപ്രമാണം നിവർത്തിക്കപ്പെടുന്നതെന്ന്. How is love fulfilled? Law fulfilled in love. That is very clear now. മിണ്ടിക്കേ, റെസ്പോൺസ് കിട്ടിയില്ലല്ലോ. ഒന്ന് മിണ്ടിക്കേ എന്നോട്. ആമേൻ. Amen. ഒരു ആമേൻ പറഞ്ഞേ. Amen. ഇപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലായി. കാരണം ഒരു വ്യക്തി നിയമത്തിന്റെ കീഴിൽ നിന്ന് റോയൽ ലോയിലേക്ക് വരുമ്പോൾ, when a person comes from law to the royal law, ആ ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ തന്റെ ജീവിതം ആ നിയമത്തിന്റെ കീഴിലാക്കാൻ വേണ്ടി, to make that life under that law, ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയോ? ആ വ്യക്തി തന്നെ, that same person himself, ആ വ്യക്തി തന്നെ, the person himself, ഓ ഹല്ലേലൂയ, ഒരു വ്യക്തിക്കുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. is entering another person. എന്നിട്ട് ആ വ്യക്തി ഇരുന്ന് സഹായിക്കുകയാണ്. എന്തിനാ? കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കാൻ, അന്യനെ സ്നേഹിക്കാൻ. അല്ലാണ്ട് നമ്മളെ കൊണ്ട് ഇത് പറ്റുകയില്ല. That person sitting inside is making you love, compelling you to love another person. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രമിച്ചു നോക്കിയോ? പരാജയപ്പെടുമെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കൂട്ടുകാരനെ സ്നേഹിക്കാൻ ചിലപ്പോൾ പറ്റിയേക്കാം, പക്ഷേ അതിനപ്പുറത്ത് പറ്റില്ല. You can try yourself, you can never do it. Only the person himself. അന്യനെ ഒട്ടും പറ്റുകയില്ല. The person whom you don't know, a strange person, you cannot love a strange person. അന്യനെ ഒട്ടും പറ്റുകയില്ല. You can never love a strange person. പക്ഷേ ഇത് വന്നാൽ, But if this love comes in, ഇത് വന്നാൽ, if the person of love comes in, ഇത് വന്നതിനായിട്ടൊന്ന് കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത്. ഇത് നമ്മളുടെ ഉള്ളിലുണ്ട് സഹോദരങ്ങളെ.
എന്റെ നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് തന്നിട്ടുണ്ട്. ഒന്ന് ചേർന്നൊന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു. That love is inside നമുക്കിത് you. കർത്താവ് തന്നിട്ടുണ്ട്. എനിക്കിത് യേശു തന്നിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞു. എനിക്കിത് കർത്താവ് തന്നിട്ടുണ്ടെന്നൊന്ന് This has പറഞ്ഞു. been given to you by Jesus. ഹല്ലേലൂയ. Hallelujah. ഇത് എനിക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊണ്ട്, Just because that this is given to you and me, എനിക്ക് നിങ്ങൾക്ക് ഇത് തന്നിട്ടുള്ളത് കൊണ്ട്, just because this has been given to you and me, നമ്മിൽ ഇരുന്ന് യേശു ഇത് ചെയ്യുവാണ്. Jesus is sitting inside us and doing it. ഏത് യൂദയെ നിങ്ങൾ വാരി ചുംബിക്കും, Any person, ഒരു സംശയം വേണ്ട. any enemy you meet, you will. ഏത് യൂദയെയും നിങ്ങൾ വാരി ചുംബിക്കും. നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. നിങ്ങൾ വന്നിരിക്കുന്ന ഈ കൃപ, This love which has come inside you Oh. will make you love any strange person. നിയമം നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. Law will make you love a But person. royal law, But royal law will make you. രാജകീയ ന്യായ പ്രമാണം ശത്രുവിനെ സ്നേഹിക്കാൻ നിങ്ങളെ പഠിപ്പിക്കും. Royal law will teach you to love your enemy. Oh my God. ജീസസ്. ഹെവിയാണ്. ഇച്ചിരി പറയട്ടെ. Yeah. ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ നമ്മളല്ലേ? അല്ലേ? 1.25 മണിക്കൂർ കഴിഞ്ഞു. അതല്ല അല്ല, നമ്മളിന്ന് 5 മണിക്കൂറാണ് കേൾക്കുന്ന അടുപ്പിച്ച്. Alright. മാത്യു 5 വരിക. Let's come to Matthew chapter 5, മാത്യു 5 verse 43. verse 43. 5:43. നോക്കിക്കോണേ. കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും, നോക്കിയേ, കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. You have heard that you love your neighbor കേട്ടിട്ടുണ്ടോ? and hate your enemy. മിണ്ട്, കേട്ടിട്ടുണ്ടോ? കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും To love your ശത്രുവിനെ neighbor പകയ്ക്ക എന്നും and hate your അരുളി enemy. ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. You have heard about it. ആരോടാ പറയുന്നേ? മാത്യു ആരോടാ സംസാരിക്കുന്നേ? ജ്യൂസ്. He is speaking to the Jews. അപ്പൊ അവര് അരുളി ചെയ്തിട്ടുണ്ട്. അപ്പൊ എവിടുന്ന്? അരുളപ്പാടായിട്ട് തന്നെ കേട്ട. അപ്പൊ ഇത് എന്തിനകത്തുള്ളതാ? നിയമത്തിനകത്തുള്ള. This is inside the law. അപ്പൊ യേശു ഇവിടെ And Jesus, റിവേഴ്സ് ചെയ്ത് അവതരിപ്പിക്കുന്ന എന്താ? നിയമം തന്നെയാണ്. എന്താണ്? Jesus is again talking about the law. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടല്ലോ. കേട്ടിട്ടുണ്ടോ? Heard about this. കേട്ടിട്ടുണ്ടോ? You have heard about this. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പയക്കുക എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഉത്തരവ് ഇത് ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ അവര് കേട്ടിട്ടുണ്ട്. You have heard about this. നമ്മൾ നിയമം കേട്ടിട്ടില്ല, അവരെ സംബന്ധിച്ചോളം അത് കേട്ടിട്ടുണ്ട്. അവർ കേട്ടിട്ടുണ്ട്. ഇനി താഴേക്ക് വരികയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നു. But I say unto you. നോക്കിയേ, ഇതാണ് ലോയിൽ നിന്ന് റോയൽ ലോയിലേക്കുള്ള ഷിഫ്റ്റ്. This is the place where the law is getting shifted to the royal law. അജിബ്രൊക്കെ ഇരുന്ന് 2 പദവും കൂടെ അങ്ങ് എടുത്ത് പിടിച്ചിരിക്കുക. ലോ ആൻഡ് റോയൽ ലോ. കം ഓൺ. നാളെ കടയിൽ വരുന്ന എല്ലാവരും കൂടെ ഞെട്ടിച്ചേക്കരുത് എന്നും പറഞ്ഞു. സാധാരണക്കാരനെ വെറുതെ വിട്ടേക്കണേ. ഇത് അറിയാൻ താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തോളാം. ഇത് യേശു മാത്യു 5 മുഴുവൻ ഇതാ ഈ ഷിഫ്റ്റാ കാണുന്നത്. ഫ്രം ദി ലോ ടു ദി റോയൽ ലോ. Jesus is talking from the law to the royal law. He is talking about the shift that is happening. അത് പക്ഷെ ഇത് മനസ്സിലാക്കാതെ വായിക്കുന്നവരുണ്ടല്ലോ. If you read without understanding all this, ലോ മുഴുവൻ അങ്ങ് ഏറ്റെടുക്കും. they will take all the law inside him. ഗോൾഡൻ ലോ തൊട്ടില്ല. They will not understand what is the golden law. മാത്യു 5 വായിക്കും, എന്നിട്ട് ലോ മുഴുവൻ അടിവരയിടും. And they will read the whole chapter of Matthew 5 and take all the law that is inside. അരുളപ്പാടുള്ളത് 43. കഴിഞ്ഞിടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞു, അരുളപ്പാട് എങ്ങനെയാണെന്നറിയോ? ശത്രുവിനെ സ്നേഹിക്കുക, കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പയക്കുക എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇതാണ് വാക്യം. കൂട്ടുകാരനെ മാത്രം സ്നേഹിച്ചാൽ മതി. ലോ എടുത്തു, പക്ഷെ റോയൽ ലോ എടുത്തില്ല. റോയൽ ലോയുടെ തൊട്ട് താഴെ പറയും ഞാനോ, verse 44, ഞാനോ, But I say unto you, ഞാനോ നിങ്ങളോട് പറയുന്നു, I am saying unto you, ശത്രുക്കളെ സ്നേഹിപ്പീൻ, love your നിങ്ങളെ enemies, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. bless them that curse you. അപ്പൊ ഇത് രണ്ടും പാടാം. മറ്റേത് ഈസിയാ. The other thing was easy. 43 ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. ഇറ്റ്സ് വെരി ഈസി. Love your neighbor and hate your enemy. അത് വളരെ എളുപ്പമാണ്. കൂട്ടുകാരനെ സ്നേഹിക്കുക. കൂട്ടുകാരനെ എന്തിനാ വെറുക്കുന്നേ? കൂട്ടുകാരനോട് സ്നേഹമായിരിക്കുന്നതിന് എന്നാ കുഴപ്പം? അത് വളരെ എളുപ്പമാണ്. Loving your friend is അത് easy. യേശു ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. You don't need Jesus for that. പക്ഷെ രണ്ടാമത്തേന് But for the here doing this, യേശു ഇല്ലാണ്ട് പറ്റിയല്ല. without having Jesus, you കാരണം can't do it. കൂട്ടുകാരനല്ല അവിടെ. പിന്നെയോ 45. But if you read verse 5, No, 44 again. 44. Sorry.
സോറി, ഞാനോ നിങ്ങളോട് പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കുക. But I say unto you, കൂട്ടുകാരൻ love മാറി your enemy. എന്തോ പറഞ്ഞു ഇവിടെ വന്നു, ശത്രുവായി. അപ്പൊ അത് ഇമ്പോസിബിലിറ്റിയാ. അവിടെയാണ് മാത്യു 5 പോസിബിലിറ്റി കർത്താവ് പറയാ, ഓക്കെ ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ യു, ദെൻ യു നീഡ് ടു ട്രസ്റ്റ് ഇൻ മീ. നീ എന്നെ ആശ്രയിക്കേ, ഞാൻ നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം. അപ്പൊ മാത്യു 5 നോക്കി റിക്വയർമെന്റ് ഉണ്ട്. റിക്വയർമെന്റ് എന്താ? ശത്രുവിനെ സ്നേഹിക്കണം. This is a requirement. You have to love your അത് ലോ enemy. എന്നോണ്ട് പറ്റിയല്ല. You cannot do that with the law. അത് പറ്റണമെങ്കിൽ ഞാൻ ഉള്ളി വരണം. And if that has to happen, he has to come inside you. ഞാൻ ഉള്ളി വരണം. ഞാൻ ഉള്ളി വന്നാലേ അത് പറ്റുള്ളൂ. If Jesus has to come inside you to do this, അതില്ലാതെ പറ്റിയല്ല. without that you can't do it. അതായത് ശത്രുക്കളെ സ്നേഹിക്കും, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി രണ്ടാമത്തെ നോക്കി, ഒരു തരത്തിലും പറ്റിയല്ലാത്ത കാര്യം. Pray for them who persecute you. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. Pray for them that ആള് persecute you. വന്നിട്ടല്ലാതെ പറ്റിയല്ല. Without him, Jesus coming, you cannot ചെയ്യാൻ പറ്റിയല്ല, ചെയ്യിപ്പിച്ചാൽ ചിലപ്പോ ചെയ്തു പോകും. we can't do it of our own, but if you are made to do it, you can do it. ലോയിൽ ചെയ്യലും റോയൽ ലോയിൽ ചെയ്യിപ്പിക്കലുമാണ്. In law, you are doing it. In royal law, you are made to do it. ഹലോ, നിയമത്തിൽ ചെയ്യലും In the law, you are doing it. രാജകീയ നിയമത്തിൽ ചെയ്യിപ്പിക്കലുമാണ്. In the royal law, you are made to do it. നിയമത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒരു ശക്തിയില്ല. In the law, there is nothing. രാജകീയ നിയമത്തിൽ helping you നിങ്ങളെ to കൊണ്ട് do it. ചെയ്യിക്കുന്ന ഒരു ശക്തിയുണ്ട്. But in the royal law, there is a power ഞാനോ which will നിങ്ങളോട് make you പറയും, do it. ശത്രുക്കളെ സ്നേഹിപ്പിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. But I am saying to you, love your enemies and pray for them. ഇവിടെ നിങ്ങൾക്ക് ആ ഷിഫ്റ്റ് കാണുന്ന ഈ ചാപ്റ്റർ ഫുള്ള് നോക്കിക്കോ. ഞാൻ ചില വാക്യങ്ങൾ മാത്രം നിങ്ങളെ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്കത് പ്രയോജനം. മേളിലോട്ടാണ്, കുറച്ചുകൂടെ മേളിലോട്ട് നോക്കി. 38 വാക്യം, verse 38. Verse 38. 38 മോളെ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളി ചെയ്ത 38. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. You have heard eye for an eye, tooth for a ഇത് tooth. ലോയാ. This is the law. ഇനി ഗോൾഡൻ ലോ പറയാം. അടുത്ത് നോക്കിക്കേ. Golden law. Next. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. But I am saying to you, do not resist evil. ആണോ? വലത്തെ നിങ്ങളങ്ങ് വായിച്ചോ. You resist evil, not evil. അടുത്തൂടെ അങ്ങ് വായിച്ചു. But whoever shall smite thee on your right cheek, turn to him the other also. നോക്കിയിരുന്നാ മതി. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതന്നെ, ഇവിടെ വന്ന് ചെകിട്ടത്തടിക്കുന്നവനെ ഞാൻ വിട്ടു കളയാനോ? നേരത്തെ പറയാം, നമ്മള് നേരത്തെ ചെകിട്ടത്തടിക്കുന്ന ആളായിരുന്നു, പരിപാടിയൊക്കെ നിർത്തി ഇപ്പൊ വീട്ടിൽ ഒതുങ്ങി കൂടുക. ഇവിടെയൊക്കെ വല്ലവരും ചെകിട്ടത്തടിച്ച അവനെ വിടമാട്ടെ, അവനെ വിടത്തില്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഫ്രം ദി ലോ ടു ദി റോയൽ ലോ ഷിഫ്റ്റ് കണ്ടോ? ഈ പറഞ്ഞ രണ്ടാമത്തേത് ഉലക മലയാളത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റിയത്. Nothing, this what is said here, nobody can do it on his own. സ്വയത്തിൽ ഇതൊന്ന് ശ്രമിച്ചു നോക്കിയേ. ചെകിട്ടത്തടിച്ചാലും മറ്റേ ചെകിട്ട ഇപ്പുറത്തും കൂടെ അടിച്ചോണ്ട് പോടാ. In yourself, if you see, you can never do it. എനിക്കറിയത്തില്ല. ഞാൻ ഈ ചർച്ച് ഫാദേഴ്സിന്റെ എല്ലാം ഹിസ്റ്ററീസ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ സമയം കിട്ടും വായിക്കാറുണ്ട്. സഭാപിതാക്കന്മാര്, അതായത് യേശുവിന് വേണ്ടി മാർട്ടിയേഴ്സായി മാറിയിട്ടുള്ളവരുടെയൊക്കെ ഹിസ്റ്ററീസ് വായിക്കാറുണ്ട്. I read. ഭയങ്കരമായിട്ട് ബയോഗ്രഫി നമ്മളെ ചലഞ്ച് ചെയ്യുന്ന ബയോഗ്രഫീസ് ഉണ്ട്. തീക്കകത്ത് വീണവരും കർത്താവിന് വേണ്ടി ചുടാൻ നിന്നു കൊടുത്തവരും ഒക്കെ ഉണ്ട്. അവരുടെ പോലും അവസാനം എൻഡ് ഓഫ് ദി ലൈഫ് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും യേശുവെ അങ്ങ് വന്നിട്ടല്ലാതെ ഈ പറയുന്ന കാര്യം ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. When you read the biographies of people who have already undergone all this and become martyrs for Christ, you at the end they say that this is not possible without him. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്ത് കിട്ടത്തടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്കുക. നോക്കിയോ, ഇനി ഇവിടെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ നോക്കിയ ഒരുപാട് കാണാൻ കഴിയുവേ. കള്ളസാക്ഷ്യം പറയരുത്. ഓക്കെ, ഭാര്യ ഉപേക്ഷിക്കരുത്. വലം കൈ, ഏറ്റവും രസമുള്ളത് പറയാവേ, 29 വാക്യം, verse 29. പെട്ടെന്ന് എന്നിട്ട് കത്തിയും കൂടെ കിച്ചണിൽ പോയി വേഗം എടുത്തോണ്ടോ. കത്തിയും കൂടെ. എന്നാൽ വലം കണ്ട് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നിട്ട് തെറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ അതിന്റെ അവയവം ഒന്ന് വീഴുന്ന. 28 വെച്ചവനെ, verse 28. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കുന്നവനല്ല, മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഇനി താഴെ കണ്ണ്, verse 29.
എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം ഇടർച്ച വരുത്തുന്ന വലങ്കണ്ണിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയും. ഇത് ലോ അല്ല, റോയൽ ലോ ആണ്. This is the royal law that what goes like if your വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിയുക. ശരീരം മുഴുവൻ verse 30. if your right eye offend you, വലം കൈ നിനക്ക് ഇടർച്ച, കണ്ണ് പോയി, ഇതാ കയ്യേ വന്നു. if hand offends you, കണ്ണ് പോയി, ഓൾറെഡി അന്ധനായി. ഇപ്പൊ ഇതാ eyes is gone, now you are കൈയും പോവാ. now it's hand. ഓക്കെ, വലം കൈ നിനക്ക് ഇടർച്ച വരുന്നെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങൾ ഒന്ന് നശിക്കുന്നത് നിനക്ക് എത്ര പ്രയോജനം. verse 31. ആരെങ്കിലും ഭാര്യ ഉപേക്ഷിക്കുന്ന അടുത്ത വിഷയത്തിലേക്ക് പോവാ. അപ്പൊ കണ്ണും പോയി കയ്യും പോയി. എന്താ ഇവിടെ കർത്താവ് പറ, ഇത് നമ്മളങ്ങോട്ട് വായിക്കുകയാണ്. കണ്ണിടർച്ച വരുത്തുന്നുവെങ്കിൽ കണ്ണിനെ ചൂഴ്ന്നെടുത്ത് കളക. കൈ അടർച്ച വരുന്നെങ്കിൽ കയ്യെ ചൂഴ്ന്നെടുത്ത് കളക. ലോയിൽ നിന്നുകൊണ്ട് നമ്മളത് വായിക്കുകയാണ്. എന്നിട്ട് നമ്മളങ്ങ് പറയുകയാണ്, ഓക്കെ, കത്തി എടുത്തോണ്ട് വാ, ചൂഴുക. എത്ര കണ്ണ് ചൂഴ്ന്നെടുത്താൽ ഈ ആയുസ് തീരും? ഇതുപോലെ 1,00,000 കണ്ണുണ്ടെ 1 മാസം തീരുവോ? പറയൂ. Here the word says, ആഴ്ചക്ക് ഒരു കൂട്ടം കൈ കിട്ടിയാല്, വലം കൈ കിട്ടിയാല് ഒരാഴ്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശു ലോ പറയുകയാണ്. കാരണം ഇവർ യേശുവിനോട് പറഞ്ഞ ലോയാ. Jesus was talking about the law here, that if your eye offends you, remove that eye. If your hand offends you, cut off that hand. But because it is good for you to go to heaven, save your soul by losing this. ഹല്ലേലൂയ. യേശു ഇവിടെ ലോ പറയുക. ആരോടാന്നറിയോ? ഇവര് പറയുന്നത് ഞങ്ങൾ ലോ അനുസരിച്ച് നേടിക്കോളാന്നേ. That was the consequences of the law. ഞങ്ങൾക്ക് യേശുവിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. എന്തിനാ യേശു? This is how the law had to be fulfilled. ഞങ്ങൾക്ക് യേശുവിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ നിയമം അനുസരിച്ച് നോക്കിക്കോളാം. ഞങ്ങൾക്ക് വലത് കൈ ഇടർച്ച വരുത്തുമ്പോ അത് വെട്ടിക്കളഞ്ഞോളാം, കണ്ണ് ഇടർച്ച വരുത്തുമ്പോ അത് ചൂഴ്ന്നെടുത്ത് കളഞ്ഞോളാം. അങ്ങനെ ഒരു ജീവിതം. കർത്താവ് പറയും, എടാ മണ്ട, നീ ഇപ്പോഴെങ്കിലും അറിയേ, നിന്നെ കൊണ്ട് പറ്റിയല്ല. നിന്നെ കണ്ണിടർച്ച വരുത്താത്ത ഒരു ജീവിതം നിന്നെ കൊണ്ട് പറ്റിയല്ല. മോഹം ജനിക്കാത്ത ഒരു മനുഷ്യനല്ല നീ. നിനക്ക് മോഹം ഉണ്ട്. അവനെ കണ്ടപ്പോ, അവളെ കണ്ടപ്പോ നിന്റെ ഉള്ളിൽ മോഹം ഉണ്ടായിട്ടുണ്ട്. This is what Jesus is trying to teach here, that you cannot do any of these things on your own. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, വാ, you come. നിയമത്തിൽ നിന്ന് ഞാൻ റോയൽ ലോയിലേക്ക് കൊണ്ടുപോകാം. I will take you from the law to the സ്നേഹം ഇതിനെ മുഴുവൻ ജയിക്കുന്ന ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം. Love which takes you, conquers everything. നിയമത്തിന്റെ മുഴുവൻ റിക്വയർമെന്റും അനുസരിച്ചവനായി നിന്നെ ദൈവമാകെ ഞാൻ നിർത്താം. You will stand before God fulfilling all the requirements of the law. divine demand. That is the divine demand. യേശു തരുന്ന ഉറപ്പ്. That is what the firmness that Jesus. യേശു തരുന്ന ഉറപ്പ് ഇതാ, നിയമത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അനുസരിച്ചവനായിട്ട് ഞാൻ നിന്നെ ദൈവത്തിന് മുമ്പിൽ നിർത്താം. This is the guarantee that Jesus is giving you. I will make you stand before God fulfilling the whole law. ഒന്ന് പോലും വിട്ടുകളയാതെ എല്ലാം നിവർത്തിച്ചവനായിട്ട് ഞാൻ നിന്നെ ദൈവമാകെ നിർത്താം. എന്റെ നിയമത്തിൽ, എന്റെ റോയൽ ലോയിൽ, എന്റെ രാജകീയ ന്യായ പ്രമാണം. In the royal law you will stand before God as a person who has fulfilled the whole law. കിട്ടുന്നുണ്ടോ? എത്ര പേർക്ക് അത് ലഭിക്കുന്നു? ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങി. സൗരങ്ങളെ, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, when I am saying this right now, എനിക്കറിയാൻ കഴിയുന്നു റിയൽ റൈച്ചസ് ലിവിംഗ് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. Real righteous living is coming out. ഒരു യഥാർത്ഥ ക്രിസ്തുവിലുള്ള ജീവിതം ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. A real life in Christ is coming out. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, In the mighty name of ഞാൻ Jesus, ഉറപ്പിച്ചു പറയാം, I can say very strongly, മുഴുവൻ കാര്യങ്ങളും അനുവർത്തിച്ചവരായി നിങ്ങളെ നിർത്താൻ നിയമത്തിന് പറ്റും. ആ നിയമം യേശുവിന്റെ രാജകീയ നിയമമാണ്. അത് സ്നേഹത്തിന്റെ നിയമമാണ്. നിങ്ങൾ അതിന്റെ അകത്ത് നിൽക്കുമ്പോൾ മുഴുവൻ കൽപ്പനകളും അനുസരിച്ചവരായിട്ടാണ് പിതാവിന് മുമ്പിൽ നിൽക്കുന്നത്. you can stand before God boldly by fulfilling the whole law, because that's Jesus! the royal law which you have fulfilled, and then you can stand there as a fulfillment of the law. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ഞാൻ റോമൻസ് 13 ഒരു പ്രാവശ്യം പെട്ടെന്ന് കൊണ്ടുപോവാണ്. വേമ്പ റോമൻസ് 13 verse 9. Romans 13 verse 9. ഓക്കെ. അന്യോന്യം സ്നേഹിക്കുന്നവനല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കുന്നില്ല. അന്യോന്യം സ്നേഹിക്കാത്തവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കും. സ്നേഹിക്കുന്നവനെല്ലാം ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അന്യോന്യം സ്നേഹിക്കുന്നവനെല്ലാം ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നല്ലോ. The person who loves one another has fulfilled the law. Verse number 8, 13 verse 8. Verse 8. ഇനി verse number 10. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കില്ല, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവർത്തി തന്നെ. Love works no evil for the neighbor,
love is the fulfillment of the law. സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. Love is the fulfillment of the law. സ്നേഹം കിട്ടിയോ? ഞാൻ പറഞ്ഞത് വ്യക്തിയാ, വ്യക്തിയുടെ മുഴുവൻ സ്വഭാവമുണ്ട്. ഇതൊരു വ്യക്തിയാ, ആ വ്യക്തിയുടെ പേര് യേശു എന്നാണ്. ദൈവം സ്നേഹം തന്നെ, യേശു സ്നേഹത്തിന്റെ പ്രകടനം തന്നെ. The love which you received is Jesus, and Jesus is the representation of the whole law. God is love and he is the manifestation of the love. God is love and Jesus is the Jesus- manifestation of that love. ഓ, ആ പദം ഒരു നല്ല പദം, ഒന്നുകൂടെ പറഞ്ഞു. God is love and Jesus was the manifestation of that love. Jesus was the manifestation of that love. God was the invisible love. God was the invisible love. അദൃശ്യനായ സ്നേഹമായിരുന്നു ദൈവം. The love which was invisible. God was the love which was invisible. അതിന്റെ വിസിബിൾ ഫോം ആയിരുന്നു ജീസസ്. The visible form of that love was Jesus. Hey, come on. കട്ട് ചെയ്യാന്നോ? ദഹിക്കുന്നുണ്ടോ? വല്ല മേരെ നിറച്ച് കഴിച്ചേക്കണേ. ഇൻവിസിബിൾ ഗാഡ്, ആ ദൈവത്തെ പരിചയപ്പെടുത്തും പറയാം, ഗാഡ് ഈസ് ലവ്. ദൈവം സ്നേഹം തന്നെ. Invisible God, we have heard, God is love and God is love. When you hear that. എന്നിട്ട് തുറന്ന് താഴോട്ട് കൊണ്ടുവരിക. That love is manifested in a human form. We called him Jesus. The love which was manifested in human form, and that was Jesus. ആ ലവ് മാനിഫെസ്റ്റ് ചെയ്ത് ഹ്യൂമൻ ഫോമിൽ, എന്നിട്ട് അതിപ്പോ സ്പിരിറ്റ് ഫോമിലായിരിക്കുകയാണ്. കാരണം മാനിഫെസ്റ്റ് ചെയ്താലേ ഇറ്റ് ക്യാൻ ഡൈ ഫോർ യുവർ സിൻസ്. The love which was manifested in flesh, he died for the sins, and now he is in the spirit form and he resides in your spirit. Yes. What a wonderful thing. Hallelujah. Hallelujah. അപ്പൊ ഇന്ന് നോക്കിയ ഞാൻ 8ഉം 18ഉം കൽപ്പനയെ പറ്റി പറയുന്നുമില്ല, ഒരു കൽപ്പനയെ അനുസരിക്കുന്നുമില്ല, ന്യായപ്രമാണം പറഞ്ഞ ഒരു സാധനവും പ്രസംഗിക്കുന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ നോക്കിയ ഒരൊറ്റ കൽപ്പന, അത് വേറൊന്നുമല്ല, സ്നേഹം. ഓ, അതിനകത്ത് മുഴുവൻ ന്യായപ്രമാണം അടങ്ങിയിരിക്കുന്നു. All the laws that was there is combined and fulfilled in one, that is love. ഇനി ചിന്തിക്കുക, എന്ത് പ്രസംഗിക്കണം? പ്രീച്ചേഴ്സിനോട് ഞാൻ പറയാം, ഇനി ഞാൻ ചോദിക്കുക, എന്ത് പ്രസംഗിക്കണം? ഡൂസ് ആൻഡ് ഡോൺസ് പ്രസംഗിക്കണോ, ഡൺ പ്രസംഗിക്കണോ? Now you can think whether do's and don'ts you need, or it is done that you need to know. ഡണ്ണാ നിങ്ങൾ പ്രസംഗിക്കുന്നതെങ്കിൽ, ആ ഡണ്ണാ നിങ്ങൾ ആൾക്കാരോട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ, ആൾക്കാർ മുഴുവൻ ഈ ഡണ്ണിലേക്ക് വരും. അവർക്ക് ആ ലൈഫ് അവിടെ അനുഭവിക്കാൻ പറ്റും, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. മറ്റേത് ആഴ്ച ഇന്നും കേട്ടു ചെയ്യരുത്, നാളെയും കേട്ടു ചെയ്യരുത്. പക്ഷെ ഈ ചെയ്യരുതെന്ന് കേൾക്കുന്ന അല്ലാതെ ചെയ്യരുത് എന്ന പ്രവൃത്തി നടക്കുന്നില്ലല്ലോ, ചെയ്യാതിരിക്കുന്നില്ലല്ലോ. When you hear what has to be done, if you hear the message which is done, that liberates you, that delivers you, and the spirit will make you free from that, and you will know. ഈവൻ ദോ ചെയ്യാതിരിക്കുന്നില്ലേലും ചെയ്യരുത് എന്ന് കേൾക്കുന്ന ഒരു സുഖമല്ലേ? ആണോ? ഈവൻ ദോ ചെയ്യാതിരിക്കുന്നില്ലെങ്കിലും ചെയ്യരുത് എന്ന് കേൾക്കുന്നത് ഒരു സുഖമല്ലേ? Even though we don't have to do it, is it better to hear? ചെയ്യാതിരിക്കുന്നില്ല എന്നാലും ചെയ്യരുത് എന്ന് കേൾക്കുന്ന ഒരു സുഖമല്ലേ? അത് കേൾക്കുമ്പോൾ അതിന്റെ അകത്തൊരു ഫ്ലഷിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? മസാല ഇല്ലായോ? ഉണ്ട്. You will feel a bit satisfied by hearing, okay, I need to obey. അവസാനം ഈ മസാല എല്ലാം കൂടെ വലിയ അൾസർ ഉണ്ടാക്കും. It will create more and more problems. അവസാനം ഉദരരോഗിയായിട്ട് നടക്കേണ്ടി വരും. Then you will be falling sick with that. ഇതിന്റെ പുറകെ പോയി. ഞാൻ അങ്ങനെ ഒരു രോഗിയായ ആളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. കർത്താവ് ആ ഉദരരോഗത്തിൽ നിന്ന് എന്നെ സൗഖ്യമാക്കി, അനുഭവത്തിൽ നിന്നാ പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സമയം കളയരുത്. ഉള്ള കാലത്ത് ഡണ്ണിലോട്ട് കേറി വിടുതൽ പ്രാപിക്കാൻ നോക്കിക്കോ. ഓ, കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തു. Try to receive what has been already done and then receive that freedom by the Spirit. അയ്യോ, നിങ്ങൾ ഒരിക്കലും ഈ വാക്യം നിങ്ങളുടെ ഉള്ളത്തിൽ നിന്ന് വിട്ടുകളയുള്ളത്. ഓ, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവൃത്തി തന്നെ. Therefore, love is the fulfillment of the law. ഞാൻ ശരിക്കും ആ വാക്യം പ്രസംഗിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ ഇപ്പോഴും ആ വാക്യം ഒന്നും വായിക്കാനായിട്ട് പറ്റുന്നത്. എനിവേ, കുറച്ചു നേരോടെ പറയാല്ലേ, ഒരു 5 മിനിറ്റോടെ കുഴപ്പമില്ലല്ലോ. ഒന്ന് മിണ്ടിക്കേ അവിടെ ഉണ്ട്, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്.
ഓക്കെ, ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവർത്തി തന്നെ. Therefore, love is the fulfillment of the law. ശ്രദ്ധിച്ചു കേട്ടോ, ലവ് ഈസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദി ലോ എന്ന് പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ ആശയം വരുവാണ്. ലവ് ആണ് ലോയെ ഫുൾഫിൽ ചെയ്യുന്നത്, അതാണ് അതിന്റെ മീനിങ്. The meaning of that is love is the one which fulfills the law. You are not fulfilling the law, love is fulfilling the law in you. You are not fulfilling the law. Love is the one which makes you fulfill the law. ഹല്ലേലൂയ. നിയമത്തെ നിവർത്തിക്കുന്നത് നിങ്ങളല്ല, നിയമത്തെ നിങ്ങളിൽ ഇരുന്ന് നിവർത്തിക്കുന്നത് സ്നേഹമാണ്. You are not the one. കിട്ടിയില്ല, ഒന്ന് ഇവർക്ക് കിട്ടട്ടെ എന്നിട്ടാ. നിയമത്തെ നിവർത്തിക്കുന്നത് നിങ്ങളല്ല, നിയമത്തെ നിവർത്തിക്കുന്നത് സ്നേഹമാണ്. നിങ്ങൾ ആ സ്നേഹത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. സ്നേഹം നിങ്ങളിൽ ഇരുന്ന് ചെയ്യുന്ന പ്രവൃത്തിയാണ് നിയമത്തെ നിവർത്തിക്കുക എന്നുള്ളത്. നിങ്ങളും അതുമായി യാതൊരു ബന്ധവുമില്ല. കിട്ടിയവരൊന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. യെസ്, താങ്ക് യു. Go ahead. The love which comes to you is the one who makes you do that thing, fulfill the law. Because you are not doing it. Love is the one compelling you to fulfill the law. ഞാൻ നിയമം നിവർത്തിച്ചവനായിട്ടാണ് നിൽക്കുന്നത്. കാരണം പക്ഷെ ഞാനല്ല നിയമം നിവർത്തിച്ചത്, എന്നിൽ വന്ന സ്നേഹമാണ് നിയമത്തെ നിവർത്തിച്ചത് എന്റെ ഉള്ളിൽ. I am standing as a person who has fulfilled the law. Yes. But I am not the person who Yes. fulfilled the law. Yes. The one who has come in me, he is the one who is making me fulfill the law. ഞാനല്ല നിയമം നിവർത്തിച്ചത്, I am not the person who fulfilled the law. എന്നിൽ വന്ന സ്നേഹമാണ് നിയമം നിവർത്തിച്ചത്. The love which came into me is the one who fulfilled the law. ഓ, എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകുന്നു? ഞാൻ ഇത്രേ ചെയ്തുള്ളൂ, സ്നേഹത്തെ എന്നിൽ അനുവദിച്ചു. I just allowed love to come into me. കിട്ടുന്നുണ്ട് അത്. ഞാൻ ഇത്ര ചെയ്യേണ്ടതുള്ളൂ. I have to only do this. ദൈവം സ്നേഹം തന്നെ. God is love. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. The one who lives in love. ഞാൻ സ്നേഹമായ യേശുവിനെ എന്നിലേക്ക് അനുവദിച്ചു. I allowed Jesus who is ഞാൻ love within നിയമമൊന്നും നിവർത്തിച്ചില്ല, me. I did not fulfill the law. എന്നിൽ വന്ന സ്നേഹം നിയമം നിവർത്തിച്ചു. That same love which ഇപ്പൊ came to me ദൈവത്തിന്റെ fulfilled മുമ്പാകെ the law. മുഴുവൻ നിയമവും നിവർത്തിച്ചവനായി ഞാൻ നിൽക്കുന്നു. And I am standing before God as a person who fulfilled the whole law. മുഴുവൻ നിയമവും നിവർത്തിച്ചവന് കിട്ടുന്നതല്ല എനിക്ക് കിട്ടുന്നു. I am receiving whatever the person receives fulfilling the law. നിയമം മുഴുവൻ നിവർത്തിച്ച് ആക്കി എന്നൊക്കെ വെച്ചിട്ടുണ്ടോ അത് മുഴുവൻ എനിക്ക് കിട്ടുന്നു. Whatever is kept for the person who has fulfilled the law, I am getting that. ഞാൻ നിന്ന് വിരല് കർത്താവ് ഇത് തന്നെ, ഞാനൊന്നും നിവർത്തിച്ചില്ല, പിന്നെ ഇതെല്ലാം എനിക്ക് കിട്ടുന്ന എന്നാ. അന്നേരം നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ അനുവദിച്ച സ്നേഹം നിങ്ങൾ ഇരുന്ന് നിയമം നിവർത്തിക്കുന്ന കൊണ്ടാ നിങ്ങളിൽ സ്നേഹത്തിന്റെ നിയമത്തിന്റെ നിവർത്തീകരണത്തിന്റെ ഫലമായിട്ട് അതിന്റെ അനുഭവം നിങ്ങളിൽ വെളിപ്പെട്ടു വരുന്നു. You don't have to stand and struggle. It is the person who comes into you as love who is making you fulfill the law, and you are standing before God as a person who has fulfilled the law. ബെനഫിഷ്യറി ആയിട്ട് നിങ്ങളെ മാറ്റുന്നു നിങ്ങൾ ഇരുന്ന സ്നേഹം. The love which is in you Beneficiary is ആയിട്ട് in the നമ്മൾ beneficiary of the things beneficiary of all divine things. Beneficiary of all divine things. എല്ലാ ദൈവകാര്യത്തിന്റെയും ഗുണഭോക്താവായി നിങ്ങളെ മാറ്റുന്നു. He is making you inheritor of all the divine things. അതെങ്ങനെയാ സംഭവിക്കുന്നത്? നിയമം നിങ്ങളിരുന്ന് സ്നേഹം നിങ്ങളിരുന്ന് നിയമത്തെ നിവർത്തിച്ച് നിങ്ങളെ ഒരു യുണീക് പേഴ്സണാലിറ്റി ആയിട്ട് നിർത്തിയിരിക്കുക. You are becoming a unique personality from the love which has come inside you. എന്നിട്ട് എന്തെല്ലോ കാര്യങ്ങൾ നിയമം നിവർത്തിക്കുന്ന ആൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അതെല്ലാം 1 by 1 ആയിട്ട് എനിക്ക് കിട്ടും. അപ്പൊ ഞാൻ എഴുതുന്ന വണ്ടർ അടിക്കുന്ന, ദൈവമേ ഇത് നിയമം നിവർത്തിച്ചുള്ള ആൾക്കാരാണല്ലോ, പക്ഷെ ഞാനതൊന്നും നിവർത്തിച്ചില്ലല്ലോ, പിന്നെ തന്നെ എനിക്ക് കിട്ടുന്നത്. അന്നേരം ഓർത്തോണം, നിങ്ങളല്ല നിവർത്തിച്ചത്, നിങ്ങൾ വന്ന സ്നേഹം ഇരുന്ന് നിയമം നിവർത്തിച്ചതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് വന്നോണ്ടിരിക്കുക നിങ്ങളുടെ അക്കൗണ്ട്. Whatever blessings, wonderful finished work of Jesus has been the inheritance of the person for receiving the law, who was the person who has fulfilled the law. He is receiving that not because of that he did it, because of the love which came inside him. He has done it, and he is the inheritor. നിങ്ങളും ഞാനും അതിന്റെ ബെനിഫിഷ്യറി ആയി മാറിയിരിക്കുകയാണ്. He becomes the inheritor of all things. അതാ നമ്മൾ വായിച്ചത്, with full boldness approach to the throne of grace. ഞാൻ ചോദിക്കുക, എന്നാ full boldness? Therefore with full boldness he can approach the throne of അടുത്തുവാ grace. സിംഹാസനത്തോട്, അടുത്തുവാ കൃപാസനത്തോട്. നിനക്ക് അവകാശിയാ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. എന്നാ ഈ പറയുന്നേ? ഇത് മുഴുവൻ വാങ്ങാൻ എനിക്ക് എന്നാ യോഗ്യത? സ്നേഹം നിങ്ങളിൽ ഇരുന്ന് നിയമം നിവർത്തിച്ച് നിങ്ങളെ യോഗ്യരാക്കി പിതാവിന്റെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. പിതാവിന്റെ മുമ്പിൽ നിങ്ങൾ നിയമം നിവർത്തിച്ചതുപോലെ തന്നെയാണ്. ഓ
ഹല്ലേലൂയ. Hallelujah. നിങ്ങൾക്ക് അറിയത്തുള്ളൂ, നിങ്ങളല്ല നിവർത്തിച്ചത്, നിങ്ങൾ വന്ന സ്നേഹമാണ് നിവർത്തിച്ചത്. Love ഓ came inside you and fulfilled the law, and you did not fulfill the law. It was the love which കിട്ടിയോ came കിട്ടിയോ inside കിട്ടിയോ you കിട്ടിയോ and fulfilled the law, and you became the inheritor of the divine blessings. ഒപ്പിട്ട് വാങ്ങാൻ തയ്യാറായിരുന്നോ? You become ready to receive it. ബെനിഫിഷ്യറിയുടെ കോളത്തിൽ നിങ്ങളുടെ പേര് എഴുതി വെച്ചിരിക്കുകയാണ്. You can receive it because You you are fulfilled. blessed with all the divine blessings. You are blessed with all the divine blessings. Healing is your inheritance and you will obtain it. Healing is in your inheritance because you are the inheritor for that. Hallelujah. നിങ്ങൾ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഫുൾ ലോയും നിവർത്തിച്ചതായിട്ടാണ്. Because you have been taken as a person who has fulfilled the whole law. ഇവിടെ 10 കോളമുണ്ട്. 10 കോളത്തിലും ടിക്ക് ഇടണം. നിങ്ങൾ അത് നിവർത്തിച്ച് കഴിയുമ്പോൾ ഇപ്പൊ നിങ്ങളുടെ ചാർട്ട് ഷീറ്റ് എടുത്ത് നോക്കിയപ്പോൾ 10ഉം ഫില്ലാണ്, ടിക്ക് വീണിരിക്കുകയാണ്. നിങ്ങൾ വണ്ടടിച്ച് ഇതെങ്ങനെ എനിക്ക് യോഗ്യതയില്ല, പിന്നെ എങ്ങനെ എന്റെ ഈ 10 കോളവും ഇത് ഫിക്സ് ആയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയ ഒരു കാര്യം മനസ്സിലാകും. ഈ 10 കോളവും ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ടിക്ക് നിങ്ങളുടേതല്ല. നിങ്ങളിരിക്കുന്ന സ്നേഹം നിയമത്തെ നിവർത്തിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒപ്പിട്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പിതാവിന് മുമ്പിൽ കൊണ്ട് പ്രസന്റ് ചെയ്യാം. കമോൺ എവിടെ കൊണ്ട് When you see your list, you see all the things have been fulfilled one by one, even though എവിടെ വേണേലും കൊണ്ട് പ്രസന്റ് ചെയ്യാം. കാരണം ഇത് ഇല്ലീഗൽ അല്ല. ലീഗലി യു ആർ റൈച്ചസ്, ലീഗലി യു ആർ സാങ്ക്ടിഫൈഡ്, ലീഗലി യു ആർ ഹോളി. legally you have been made holy, legally you have been made sanctified. It is your right. ഓ ഹല്ലേലൂയ. Hallelujah. ആ പേപ്പർ ഒന്ന് എടുത്ത് നോക്ക്. You can look at the paper that has been, മൊത്തത്തിൽ ടിക്ക് വീണിരിക്കുക. everything is been fulfilled. ഒറ്റ ഗ്യാപ്പ് പോലും ഇല്ലെന്ന്. There is nothing which is not fulfilled. ഒരൊറ്റ ഒരു കോളം പോലും എംപ്റ്റി ആയിട്ട് കിടപ്പില്ല. Everything has been fulfilled. എല്ലാം ഫുൾഫിൽ ചെയ്തിരിക്കുക. Every word has been ഓ fulfilled. ഞാൻ ചോദിക്കുക ദൈവമേ ഇതെങ്ങനാ? How it has happened? ഞാൻ ചോദിക്കുക ദൈവമേ ഇതെങ്ങനാ? I'm asking how it is like this. ഇത് മനസ്സിലായപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതെങ്ങനാന്ന്. When I knew this, understood this. ബൈബിൾ പറയുന്നു ഞാൻ എല്ലാ അനുഗ്രഹത്താലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. Bible says ഞാൻ ബെനിഫിഷ്യറി I am ആയിരിക്കുന്നു. blessed with all blessings. ഞാൻ ബെനിഫിഷ്യറി ആയിരിക്കുന്നു. I am a beneficiary of all blessings. എങ്ങനെയാ പോനെ? How did it happen? എങ്ങനെയാ ഇത് നടന്നേ? How did it happen? ഇങ്ങനെയാ ഇത് നടന്നേ? This is the way it has ഓ happened. ലവ്. Love came in as a person. ഹല്ലേലൂയ. ലവ് നിങ്ങൾ ഇരുന്ന നിയമത്തെ നിവർത്തിച്ചും ഫുൾ കോളം ഫിൽ ചെയ്തിട്ട് ഓ Love came inside you and fulfilled every law was required to be fulfilled. ഈ ചിത്രം ഒന്ന് കണ്ടാലേ ആ ക്രിസ്ത്യൻ ലൈഫ് തുടങ്ങത്തുള്ളൂ. അയ്യോ തുടങ്ങിക്കോണോ ആ ജീവിതം. സൂപ്പർ നാച്ചുറൽ ലിവിങ്. This is called supernatural living. ജീസസ്. എനിക്കറിയത്തില്ല ഇത് ഈ മെസ്സേജ് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ, ഇത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. I don't know പക്ഷെ whether you have പരിശുദ്ധാത്മാവ് ഇത് എന്നോട് പറയാൻ കമ്പൽ ചെയ്യുന്നുണ്ടാ ഞാനിത് പറയുന്നത്. I am being compelled by the Holy Spirit to Jesus. speak this word. ഇന്നിവിടെ ഉള്ള ഒരാൾ പോലും ഇതിൽ താഴ്ന്ന ഒരു ജീവിതത്തിലേക്ക് പോയി പോകരുത്. No person should go below this. ഇനി ഇതിന് മേളിലോട്ടൊരു ഇത് കേൾക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയോ? നിങ്ങൾ ഭാഗ്യമുള്ളവരാ. You are blessed to hear this ഓ word. ജീസസ്. അസാധാരണ ഭാഗ്യമുള്ളവരാ നിങ്ങൾ. കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തോണ്ടാ നിങ്ങൾ ഇത് കേൾക്കുന്നത്. You have been extraordinarily blessed to receive this message. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഈ സൂപ്പർ നാച്ചുറൽ ലിവിംഗിലേക്ക് കർത്താവ് പലരെയും നയിച്ചുകൊണ്ടിരിക്കുകയാണ്. You are entering into a supernatural പിതാവിന്റെ മുമ്പിൽ now. ബൈബിളിൽ ഞാൻ പറഞ്ഞു മനസ്സിലായി. പിതാവിന്റെ മുമ്പിൽ മുഴുവൻ നിയമവും നിവർത്തിച്ചവനായിട്ട് ഞാൻ നിൽക്കുക. I am standing in front of the Father as a ഒരു person. ക്ലെയിമോ ഒരു ബ്ലെയിമും പറയാനില്ല എന്നെ നിങ്ങളെ പറ്റി. There is no blame. ഒരു ക്ലെയിമും ഇല്ല, ഒരു ബ്ലെയിമും ഇല്ല. There is no Hey! blame for you. ജീസസ്. ഹല്ലേലൂയ. Hallelujah. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നപ്പോ When I നീ came to pray, അങ്ങനല്ലേടി, നീ ഇങ്ങനല്ലേടാ, നീ ഇങ്ങനെ ഒരു സാധനം എടുത്ത് കാണിക്കാനില്ല ആർക്കും. you have nothing is there to show. എന്നാ that you കാര്യം are not എന്നറിയോ? holy. എന്നാ കാര്യം എന്നറിയോ? സ്നേഹം നിങ്ങളിൽ ഇരുന്ന് നിയമത്തെ നിവർത്തിച്ചിരിക്കുക. The only reason is Oh. love which came inside you has fulfilled everything. ഈ ചാർട്ട് കാണാത്തവരാ ഒളിച്ചും പാത്ത് നടക്കുന്നത്. When you don't know this, then you are ഞാൻ running around. ചെന്നാൽ എങ്ങനാ, ഞാൻ പ്രാർത്ഥിച്ചാൽ എങ്ങനാ, എനിക്ക് ദൈവമായിട്ട് ബന്ധം. ചാർട്ട് കണ്ടോ പറയും എനിക്കുണ്ട് ബന്ധം. ബാ. Hallelujah. I am righteous. The person who knows I am this, sanctified. he will come boldly. I am righteous through the work of Jesus. He will come Trust in the boldly. finished work of He will Jesus. trust the finished Trust work in of the Jesus. finished work of He Jesus. will believe in the finished work of Hallelujah. Jesus. നിങ്ങളുടെ കോളം മുഴുവൻ ഫില്ലമനെ തുറന്നു നോക്കടാ. Your ചക്കരക്കുട്ട.
Everything has been fulfilled for you. ചക്കരക്കുട്ട തുറന്നു നോക്കടാ, When you നിന്റെ open and see കോളം that. മുഴുവൻ ഫില്ല് ചെയ്തിരിക്കുകയാണ്. Everything has been fulfilled. മുഴുവൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്തിരിക്കുക. All the requirements have been met. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നവരെല്ലാം നിങ്ങളെ സല്യൂട്ട് ചെയ്യും. You have been certified. കാരണം നിങ്ങൾ ഒന്നിലും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടില്ല, എല്ലാത്തിലും നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. You have not been disqualified in anything. You have been qualified for everything. ഹല്ലേലൂയ. Hallelujah. അതെങ്ങനെ ഞാൻ അതിനു വേണ്ടി മറ്റൊന്നും ചെയ്തില്ലല്ലോ. I didn't do anything for that. ഞാനൊരു ആവറേജ് പ്രാർത്ഥന, ഇടയ്ക്ക് യോഗം വരുമ്പോ ബ്രദർ വരുമ്പോഴൊക്കെ ഞങ്ങൾ പോകും. അത് ഞങ്ങൾക്കൊരു ഹോളിഡേ മൂഡാണ്. ഞങ്ങൾ പിള്ളേരും ഒക്കെ ആയിട്ട് വരും, പ്രീമിയറിന് റൂം എടുക്കുക, അല്ലെങ്കിൽ താമസിക്കുക, കഴിപ്പ് കുടിപ്പ് നടപ്പ് എല്ലാം ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോ ഒരുമിച്ച് കാണുക അടുത്ത പ്രാവശ്യം ബ്രദർ പറഞ്ഞു. അതുവരെ ഹല്ലേലൂയ. Hallelujah. എന്റെ അക്കൗണ്ടിലോ ശരിക്കും നോക്ക്. ഹല്ലേലൂയ. നിങ്ങൾ മുഴുവൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്തപ്പെട്ടവരായിട്ടാണ് പിതാവിന്റെ മുമ്പിൽ നിൽക്കുന്നത്. You are standing before the Father as a person who has ഞാൻ ഒരു all the requirements have been met. ഇച്ചിരി എക്സ്ട്രീം പറയട്ടെ. ഇച്ചിരി എക്സ്ട്രീം എൻഡി പറയട്ടെ. സമയമല്ല, ഇച്ചിരി എക്സ്ട്രീം എൻഡി പറയട്ടെ. നിങ്ങൾക്ക് അത് ദഹിക്കുവോ? പിടിക്കുവോ അതോ എന്നെ പിടിക്കുവോ? ഇത് ഞാൻ ഇച്ചിരി എക്സ്ട്രീം പറയാം. ഇത് കഴിഞ്ഞ് നിങ്ങൾ എന്നെ പിടിക്കുവോ അതോ നിങ്ങൾ ഈ പറഞ്ഞത് പിടിക്കുവോ? ഏത് പിടിക്കും? ഇത് പിടിക്കുവോ? ഇത് പിടിക്കുമെങ്കിൽ ഞാൻ പറയാം, യേശു. കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, പിടിക്കാൻ പറ്റുന്നവർ പിടിച്ചാൽ മതി, ഇല്ലാത്തൊരു വെറുതെ കുടഞ്ഞാണ് ഞാൻ. യേശു പിതാവിന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുന്നു, അങ്ങനെയാണ് പിതാവിന്റെ മുമ്പിൽ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത്. Jesus, how he is standing in front of the Father, in the same manner you are now before the Father. ഒട്ടും കുറവല്ല അതിനകത്ത്. There is nothing short in that. യേശു നിയമം നിവർത്തിച്ച് പിതാവിന് മുമ്പിൽ നിന്നോ? Jesus fulfilled the law and stood before the Father. അതേപോലെ തന്നെയാണ് നിങ്ങൾ. In the same way. ചൂണ്ടിക്കാണിക്കാൻ ഒരു ക്ലെയിം നിങ്ങളുടെ മേലില്ല. There is nothing which can be. സ്പോട്ട്ലെസ് ആണ് നിങ്ങൾ. You have become spotless. ഒരു ചുളുക്കം കാണിക്കാനില്ല. There is nothing which can be shown. ഒരു കറ കാണിക്കാനില്ല. There is nothing. ഒരു രക്തം നിങ്ങളെ വാഷ് ചെയ്തിരിക്കുന്നു. His blood has washed you. ഒരു രക്തം നിങ്ങളെ ക്ലെൻസ് ചെയ്തിരിക്കുന്നു. One blood has cleansed you. സ്വീകരിച്ചോ. Receive that. ഒരു ബ്ലഡ് നിങ്ങളെ വാഷ് ചെയ്തിരിക്കുന്നു. One blood has washed you. ക്ലെൻസ് ചെയ്തിരിക്കുന്നു. That blood has cleansed you. പാപക്കറകൾ മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുന്നു. All the sin and transgressions have been removed. ഇനി അതില്ല അവിടെ. This is not there now. Jesus blotted it out. Everything has been blotted out. Jesus, you are clean. You have become clean. നിയമം, സ്നേഹം, ന്യായപ്രമാണത്തിന്റെ നിവർത്തി തന്നെ. Love is the fulfillment of the law. എന്നതാണ് സ്നേഹം? Love ന്യായപ്രമാണത്തിന്റെ നിവർത്തി തന്നെ. is the fulfillment of the law. അതെങ്ങനെയാണ്? അതിങ്ങനെയാണ്. This is how it happened. സ്നേഹം ഇരുന്ന് നിയമത്തെ നിവർത്തിക്കുക. Love is sitting and fulfilling the law. സ്നേഹം ഒരു വ്യക്തിയാ. Love is a person. ആ വ്യക്തി ഇന്ന് നിങ്ങളുടെ ഉള്ളിലാ. That person is inside you too. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു. Christ, the hope of glory. ലവിന്റെ ഇൻവിസിബിൾ ഫോം ആയിരുന്നു ഫാദർ. ലവിന്റെ വിസിബിൾ ഫോം ആയിരുന്നു സൺ. The love, invisible form of love was the Father. Visible form of love is Jesus. God so loved the world. For God so loved He the sent world. his son. He sent his only son. Invisible God loved the world. That's why he sent his visible form of love to the world. Invisible form loved the world. That's why he sent the visible form to the world, which is Jesus. Amen. Whosoever believes in him That shall whosoever not believes be perished, That whosoever believes in him shall not be perished, but they have eternal life and the life in abundance. that they have eternal life. സ്വീകരിച്ചു എന്ന്. Receive it. ആ വിസിബിൾ ഇൻവിസിബിൾ ഗോഡിന്റെ വിസിബിൾ ഫോമായ ലവ് is manifested in the flesh The and invisible dwelt among us. Now that love is in us. the love which Christ, came the down. hope of the glory, is in us. Invisible form of God. And that love is fulfilling the law on behalf of us. Amen.
It's not me fulfilling the requirement of the law, but he which I receive, the whom, the Christ which I receive, he is fulfilling the law in us, in me. Hallelujah. Hallelujah. So before the Father, I am worthy now. I am eligible. Amen. I am worthy. Amen. You are sanctified. Amen. You are holy. Amen. He has made you perfect. Amen. He has made you holy. Come on, people of God. Hallelujah. Hallelujah. സ്നേഹം ഒന്ന് പറഞ്ഞു, ഒന്ന് എഴുതിക്കേ എവിടെയെങ്കിലും. സ്നേഹം, Love. സ്നേഹം, ഒന്ന് ടൈപ്പ് ചെയ്തേ. Love is the fulfillment of the law. Love is the fulfillment of the law. Love Come on. is the fulfillment Love of the law. is the fulfillment of the law. Come on. എല്ലാരും ഒന്ന് പറഞ്ഞേ. Love Love is the fulfillment is the fulfillment of the law. of the law. അത് ഇച്ചിരി പറയാം അല്ലേ? ഏതായാലും ഇതുമായി എത്ര 3 മണിയാകുമ്പോൾ എഴുന്നേക്കാം. 2.5 മണിക്കൂറായി. ഇച്ചിരി പോട്ടെ അല്ലേ? Love Love is the fulfillment is the fulfillment of the law. of the law. ഈ ഫുൾഫിൽമെന്റ് ഓഫ് ദി ലോ എന്നുള്ളതിന്റെ ഈ ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് ഒന്ന് എടുക്കണം. കാരണം ഇത് വലിയ ഡെപ്ത്. ഞാൻ It's a പറഞ്ഞില്ല, fulfillment we are going to do. ഇത് പൗലോസിന്റെ ലേഖനമാണ്. അപ്പം എന്താണ്, കഥ കേൾക്കുന്ന ലാഘവത്തിൽ നമുക്ക് പിടിക്കാൻ പറ്റൂല. ഇത് വലിയ കലവറയാണ്. This is a big treasure that is going to be opened. The word fulfillment അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ യൂസേജിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ യൂസേജ് പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം. അതൊരു കണ്ടിന്യൂസ് ടെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. This word fulfillment is a present continuous tense. അത് അതിന്റെ റിയൽ മീനിങ് പറഞ്ഞാല് ഫുൾഫിൽഡ് ആൻഡ് ഫുൾഫില്ലിംഗ് ആൻഡ് ഫുൾഫിൽമെന്റ് ആൻഡ് ഫുൾഫില്ലിംഗ്. ഇതാണ് ആ വേർഡിന്റെ മീനിങ്. The meaning of that word is fulfilled, fulfillment, In and one fulfilling. extent, it's fulfilled. In another extent, it's fulfilling. So it is 3 stages: Yeah. fulfilled, fulfillment, and fulfilling. ഇത് മൂന്നുമാണ് ആ ഒരൊറ്റ പാത്തിനകത്തുള്ളത്. എന്ന് പറഞ്ഞാൽ ലവ് ഒരിക്കൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിക്കും. Love, which once was working, now it's working again, and now it will be working again. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും നിയമം നിവർത്തിച്ച ആളല്ലാതെ നിങ്ങൾക്ക് മാറാൻ പറ്റില്ല. അല്ല, അതല്ല നല്ല മലയാളം വാക്ക് ഞാൻ പറയാം. യെസ്, ഒരു ദിവസം പോലും നിയമം നിവർത്തിച്ച ആളല്ലാതെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. Even for a single നല്ല day, ആ you cannot stand as a person who has not fulfilled the law. നിയമം നിവർത്തിക്കാത്ത ഒരാളെ പോലെ ഒരു ദിവസം പോലും നിങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം 3 കാലത്തിലും ഇത് ആക്റ്റീവാണ്. You cannot stand as a person who has not fulfilled the law, because this word fulfillment is active in all the three phases. 3 സ്റ്റേജിലും ഇത് ആക്റ്റീവാണ്. All the 3 stages. അതാണ് ആ പദത്തിന്റെ ആശയം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സ്നേഹം നിയമത്തിന്റെ നിവർത്തീകരണമാണ്. Love is the fulfillment of the law. അത് 3 കാലഘട്ടത്തിലുമാണ്. It is in all the 3 ages. അത് ഇന്നലെ നിങ്ങളെ നിയമം നിവർത്തിച്ചവരാക്കി നിർത്തി. It made you stand as a person who fulfilled the law yesterday. ഇന്നും നിങ്ങളെ നിർത്തി, നാളെ നിങ്ങളെ നിർത്തും. കിട്ടിയല്ലേ? Today also it is making you stand. Tomorrow അതാ പദത്തിന്റെ അർത്ഥം. ലവ് ഇസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദി ലോ. Love is the fulfillment of the law. എന്ന് പറഞ്ഞാൽ ഇന്നലെ നിർത്തി, ഇന്നും നിർത്തി, നാളെ നിർത്തി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും നിയമം നിവർത്തിക്കാത്ത ആളായിട്ട് നിങ്ങളെ കാണില്ല ലോകം. Or even for a day, the world will not see you as a person who has not fulfilled the law, because this will keep you fulfill the law, and again in the future it will be doing that. ഹല്ലേലൂയ. കാരണം ഈ വ്യക്തി, ഇതിന്റെ പുറകിലെ വ്യക്തി, ഇത് ചെയ്യുന്ന ആള്, the person behind he is that, the same yesterday, today and forever. the person who is doing this is the same yesterday, today and forever. So ആ ആള് എപ്പോഴും നമ്മളിങ്ങനെ നിർത്തുന്ന ആളാണ്. ഇന്നലെ That നിർത്തി, person will make you stand every time. ഇന്നലെ നിർത്തി, He made you stand. ഇന്ന് again. നിർത്തി, നാളെ നിർത്താൻ മതിയായവനാ He made you എന്ന് stand. പറഞ്ഞ yesterday. നിങ്ങളുടെ ആയുഷ്കാലം That is your lifetime. നിങ്ങളെ ക്ലെയിം ചെയ്യാനൊന്നും ഉണ്ടാകുകയില്ല. There is nothing which can be claimed on you. Oh, thank you. Hallelujah.
ഗോ ടു യുവർ ക്ലാസ്സസ്. പരിപാടി കഴിഞ്ഞു. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് പറഞ്ഞു, യേശുവേ, Praise the Lord. ഐ സ്ട്രോങ്ലി ബിലീവ്. I strongly believe. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് പറഞ്ഞു, യേശുവേ. Yeshua. എണ്ണിക്കാൻ പറ്റുന്നുണ്ടോ? ഘട്ടം ഘട്ടമായിട്ട് നിർത്താൻ മതി, ഒറ്റയടിക്ക് വേണമെന്നില്ല. മെല്ലെ 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 നിർത്താലും മതി. ഓക്കെ, ഓൾറൈറ്റ്. നിയമം, സ്നേഹം നിയമത്തിന്റെ നിവർത്തീകരണമാണ്. Love is the fulfillment of the law. പറയാൻ തുടങ്ങിക്കോ, യേശുവേ, Say that, say that. അങ്ങയുടെ സ്നേഹത്തിൽ ഞാൻ മൂടുന്നു എന്നെ. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.